അവിടെ ആൾക്കാർ പണ്ട് വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ ചുമ്മാ വന്നിരിക്കുമ്പോഴൊക്കെ കുറേ ഗ്രാഫിറ്റീസ് എന്ന് പറഞ്ഞാൽ ചിത്രം വരയ്ക്കും, എഴുതും, ചില കവിതകളെ പോലെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു പില്ലറിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്വർഗം എന്ന് എഴുതിയിട്ട്. സോ അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ നമുക്ക് ഈ പേരിട്ടാണെന്ന് വെച്ചാൽ ഇത് കൊള്ളാം, ഇതാകുമ്പോൾ നമുക്കൊരു സ്റ്റോറിയും ഉണ്ട്. ആൻഡ് ഫെൽറ്റ് ലൈക്ക് ആ ഒരു സ്ഥലത്തിന് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നി. ആൻഡ് അന്ന് മുതൽ ഇറ്റ്സ് സ്വർഗം. കൊറോണയുടെ ഇടയിൽ തന്നെ നമ്മൾ റീഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, അടുത്ത ലോക്ക്ഡൗൺ വരുന്നു, ക്ലോസ് ചെയ്യുന്നു. അതിൽ ഒരു സമയത്ത് പെട്ടെന്ന് വെച്ച് പോലീസ് ഒരു ദിവസം കയറി വന്ന് ആരോ കംപ്ലൈൻറ്റ് കൊടുത്താന്നാണ് പറഞ്ഞത്. അവിടെ അത്യാവശ്യം ആൾക്കാർ വന്നു പോകുന്നുണ്ട്, ഇത്ര ആൾ കൂടുന്ന സ്ഥലമാണെന്നും പറഞ്ഞിട്ട് പോലീസ് വന്ന് ഡൈനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ ഓടിച്ചു. എസ്പെഷ്യലി ഇപ്പോൾ എടപ്പള്ളി പോലെയുള്ള സ്ഥലത്ത് നിന്ന് ഒരു 10-25 കിലോമീറ്റർ ഓടി അവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് പിന്നെയും വരണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റാർട്ടപ്സിൻ്റെ നമ്മുടെ ലാംഗ്വേജിൽ പറയുമ്പോൾ PMF ഞങ്ങൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ആ പ്രൊഡക്റ്റിന് അവിടെ മാർക്കറ്റിൽ പ്രോപ്പർ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഫിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അർബൻ ഫോറസ്റ്റിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും നമ്മൾ മെയിൻലി സെല്ല് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ആംബിയൻസ് ആണ്. ഇപ്പോഴും പറയാറുണ്ട് ഒരു സാധനം ബിസിനസ് തുടങ്ങാൻ ഏതാണ് ഏറ്റവും റൈറ്റ് ടൈം, അതിപ്പോഴാണെന്നാണ് എല്ലാവരും പറയുക. കൂടുതൽ ഓൺടർപ്രണേഴ്സും പറയും ഇപ്പോഴാണെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ 2025 അല്ലെങ്കിൽ 26 എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ആ മിനിറ്റ്, ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും ഒരു നല്ല ജോലിക്കും സാലറിക്കും പുറകെ ഓടി നടക്കുമ്പോൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് സ്വന്തമായ ഒരു സാമ്രാജ്യം ബിൽഡ് ചെയ്യാൻ ഇറങ്ങിയ ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ഹോസ്റ്റൽ തിരഞ്ഞു നടന്ന് മടുത്തവർക്ക് ഫൈൻഡ് മൈ ഹോസ്റ്റലിലൂടെയും പ്രോപ്പർട്ടി മാനേജ്മെന്റ് രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച റൂമിൻഡോയിലൂടെയും ശ്രദ്ധേയനായ വ്യക്തി. അതുപോലെ തന്നെ ഇന്ന് കൊച്ചിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ട്രെൻഡിങ് കഫേകളായ സ്വർഗത്തിനും അതുപോലെ അർബൻ ഫോറസ്റ്റിനും പിന്നിലുള്ള മാസ്റ്റർ മൈൻഡ്. ഫ്രം ടെക് ലീഡ് ടു സീരിയൽ ഓൺട്രപ്രണർ ഷിയാസ് ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഷിയാസിക്ക, വെൽക്കം ടു ഐക്കോണിക് ഫ്രെയിംസ്. അപ്പോൾ പാലക്കാട് NSS കോളേജിൽ നിന്നും ഇന്നൊരു CEO ലേബലിലേക്ക് ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ആക്ച്വലി കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ബിറ്റ്വീൻ ആണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി പല കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഐഡിയാസ് പോലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് സ്റ്റോറീസ് പറയുകയാണെങ്കിൽ അതിന് മുമ്പുള്ള കുറേ സ്റ്റോറീസും വരുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി വൈൽ ഐ വാസ് ഇൻ കോളേജ് അപ്പോൾ ചെയ്തതാണെന്നുണ്ടെങ്കിലൊക്കെ. പക്ഷേ മെയിൻലി കോളേജ് കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് എൻ്റെ കരിയർ സൈഡ് തന്നെയാണ്. കാരണം എൻ്റെ ടെക് സൈഡ് ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുക, അതൊന്നുകൂടെ ഡീപ്പാക്കുക. അപ്പോൾ പ്രോപ്പർലി ഡെവലപ്മെൻറ്റ്, ഒരു ഡെവലപ്പർ എന്നുള്ള നിലക്ക് അത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ആഫ്റ്റർ 2 years ചെറിയ രീതിയിൽ മൈൻഡിൽ ഉണ്ടായിരുന്ന കുറേ ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തു. ആൻഡ് ചെറുതായിട്ട് അതിലൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ 2 years കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്ന് പിന്നെ ഞാൻ വർക്ക് ചെയ്തതെല്ലാം ഇറങ്ങി മാറിയിട്ടുണ്ടായിരുന്ന എല്ലാം സ്റ്റാർട്ടപ്സ് ആയിരുന്നു. മെയിനായിട്ട് എനിക്ക് ക്ലോസ്ലി അറിയണമായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ളത്. ആൻഡ് ആഫ്റ്റർ ഒരു 3-4 years പാരലലി ഓരോരോ പരിപാടികളായിട്ട് സീരിയസ് ആയിട്ട് ചെയ്തു തുടങ്ങി. സോ ഇൻ ബിറ്റ്വീൻ വന്ന ഒരു ഐഡിയ ആയിരുന്നു ഫൈൻഡ് മൈ ഹോസ്റ്റൽ ആൻഡ് സ്വർഗം ആൻഡ് ദെൻ അർബൻ ഫോറസ്റ്റ്, ഇപ്പോൾ റൂമിൻ്റെ, അങ്ങനെ മൾട്ടിപ്പിൾ സംഗതികളായിട്ട് ചെയ്തു പോകുന്നു എന്നുള്ളത്. അപ്പോൾ ആസ് എ CEO എന്നുള്ളതിനേക്കാൾ co-founder എന്നുള്ളത് പറയുന്നതായിരിക്കും ബെറ്റർ. കാരണം CEO എന്നുള്ളത് നമ്മൾ അവിടെ ആ സമയത്ത് ഓരോരുത്തരും ഓരോ പണി ചെയ്യണം. അങ്ങനെ വന്നു പോകുന്ന ഓരോരോ പേരും ലേബലുകളാണ്. അപ്പോൾ ഓൾറെഡി ടെക്കിൽ അത്യാവശ്യം നല്ല സാലറി ഒക്കെ കിട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ വലിയ ടെൻഷനൊന്നുമില്ല, നമുക്ക് എല്ലാ മാസവും സാലറി ഒക്കെ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഓൺട്രപ്രണർഷിപ്പിലേക്കൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം പോവാണ്, റിസ്ക് ഹൈ ആണ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ എങ്ങനെയാണ് എടുത്തത്? ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു സാലറി വരുന്നു. ആൻഡ് വി ആർ ലിവിങ് എ ഗുഡ് ലൈഫ്, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ. എസ്പെഷ്യലി ഇപ്പോൾ എൻ്റെ മാത്രം എടുക്കുകയാണെന്ന് കുറേ IT ടെക്കീസിൻ്റെയും സ്റ്റോറി ഉണ്ട് ആ ഒരു സൈഡ്. അതായത് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഏറ്റവും ലാസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ഒരു US കമ്പനിയുടെ വർക്കായിരുന്നു. സോ കംപ്ലീറ്റ്ലി റിമോട്ടാണ്. എനിക്ക് ടൈമിൻ്റെ ഇഷ്യൂസ് അങ്ങനെ ഇല്ല, മീറ്റിങ്സ് ആണെങ്കിലും വല്ലപ്പോഴും ഉള്ളൂ, വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഐ വാസ് ഗെറ്റിംഗ് പെയ്ഡ് റിയലി ഗുഡ്. ആൻഡ് എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യത്ത് പോയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. എനിക്ക് ആ സമയത്തും ട്രാവൽ ചെയ്യുമ്പോഴും കാശ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം നടന്നു പോകുന്നുണ്ട്. ബട്ട്
ഫൈനലി വരുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷൻ, ഈ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കാര്യം ബിൽഡ് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ തന്നെ ഒരു സാധനം ചെയ്യണം എന്നുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ആ ഒരു ഇൻകം ഡിപ്പ് വരും ആൻഡ് സ്ട്രഗിൾസ് വരും എന്നുള്ള കാര്യം. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ജേണി ഞാൻ കുറച്ച് കാലമായിട്ട് പ്ലാൻഡ് ആയിരുന്നു. സോ ആ സമയത്ത് ഡെഫിനറ്റ്ലി എനിക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, പേഴ്സണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും. ബട്ട് അതൊരു വിധം പ്ലാൻഡ് ആക്കി കൊണ്ടുപോയത് കൊണ്ട് ഹാൻഡിൽ ചെയ്തു പോയി എന്ന് പറയാം. സ്റ്റിൽ ആസ് എൻ ഓൺട്രപ്രണർ ഞാൻ ആ സ്ട്രഗിൾസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് പ്രെറ്റി ഗുഡ് ഗോയിങ് ഓൺ. അപ്പോൾ ആ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഓൾറെഡി പ്ലാൻഡ് ആണെന്ന് പറഞ്ഞു. ശരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് കിടക്കുന്നത് ആ ഒരു കോളേജിലല്ലേ? ഞാൻ ആ കേസ് പറയുകയാണെങ്കിലും മറ്റേ എന്താ നമ്മൾ പഴയ ഇതിലൊക്കെ കാണുന്ന പോലെ, ഇൻ്റർവ്യൂസിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ പഴയകാലം മുതൽ ഈ പരിപാടികൾ ഉണ്ടായിരുന്നത് സ്കൂളിലുണ്ടായിരുന്ന സമയത്ത്, സ്കൂളിൽ ആസ് ഇൻ 7th 8th ഉണ്ടായിരുന്ന സമയത്തും ഞാൻ അവിടെ ക്ലാസ്സിൽ ചെറിയ ചെറിയ രീതിയിലുള്ള സൈഡ് ബിസിനസ്സുകളൊക്കെ ചെയ്തു തുടങ്ങാറുണ്ട്. അത് ഞങ്ങളവിടെ പലരും ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രം വലിയ സംഭവമായിട്ട് പറയുന്നതല്ല. ബട്ട് ആ സമയം മുതലേ ചെയ്യുന്നുണ്ട്. പക്ഷേ പറയുകയാണെങ്കിൽ ഒരു പ്രോപ്പർ ഒരു കമ്പനി ഒരു രീതിയിലൊക്കെ ചെയ്തു വന്നത് പറഞ്ഞ പോലെ കോളേജിൽ തന്നെയാണ്. സെക്കൻഡ് ഇയർ ആയ സമയത്ത് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ചേർന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രാവലിംഗ്. എസ്പെഷ്യലി കോളേജിലുള്ള സമയത്ത് നമുക്ക് എവിടേക്കും പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷം, അത്രയും സമാധാനം, അതിലിങ്ങോട്ട് കാശും കൂടെ കിട്ടുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അവഞ്ചൂറ എന്ന് പറയുന്നൊരു ട്രാവൽ കമ്പനി. സെക്കൻഡ് ഇയറിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 4th ഇയർ വരെ, അതായത് ഒരു 3 years, സെക്കൻഡ് ഇയറും 3rd ഇയറും 4th ഇയറും ഞങ്ങൾ സക്സസ്ഫുള്ളി ആ സാധനം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു നല്ല നമ്പർ ഓഫ് ട്രിപ്പുകൾ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മോശമില്ലാതെ മാർജിനും കിട്ടുന്നുണ്ടായിരുന്നു. കാരണം 0 ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ചെയ്തത്. സോ ആ സമയം മുതൽ അത് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, 4th ഇയർ ആയ സമയത്ത് അതൊന്ന് മാറി കരിയറിലേക്കുള്ളൊരു പാത്ത് അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഡെഫിനറ്റ്ലി ഞാനത് എക്സ്പ്ലോർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം എന്നുള്ളതിൽ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വർക്കിലേക്ക് മാറി, അതായത് പ്രൊഫഷണൽ ഒരു എന്താ പറയുക കരിയർ പാത്ത് എടുത്തിട്ട് ഒന്ന് കുറച്ച് കാലത്തേക്ക് സ്വിച്ച് ചെയ്തത്. സോ അപ്പോൾ ഒന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, വർക്കായി വന്നൊരു സാധനമായിരുന്നു. അത് വിട്ടിട്ട് കരിയർ ഫോക്കസ് ചെയ്യുന്നു, പിന്നെ വീണ്ടും ബിസിനസ്സിലേക്ക്. ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ സംഭവിച്ചത്? അത് ആക്ച്വലി ഇപ്പോൾ ബിസിനസ്സിൻ്റെ കേസ് പറയുമ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് അത് തന്നെയാണ്. കാരണം നമുക്ക് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയും അത് നല്ല രീതിയിൽ ഓടുന്നൊരു ബിസിനസ് അല്ലേ, പിന്നെ എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിർത്തി പോകുന്നത്, മേ ബി ചില സ്ട്രഗിൾസ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ചില കാരണങ്ങളുണ്ടെങ്കിൽ ഇഫ് യു ഹാവ് എ പ്രോപ്പർ എന്താ പറയുക എന്തെങ്കിലും ഒരു ഫാക്ടർ എന്തെന്നുണ്ടെങ്കിൽ അതവിടെ നിർത്തുന്നതിൽ ഒരു പ്രശ്നവുമില്ല. വി ക്യാൻ റീസ്റ്റാർട്ട് അറ്റ് എനി ടൈം. അതാണ് ബിസിനസ്സിൻ്റെ ഒരു പോയിന്റ്. നമ്മൾ കരിയർ സൈഡ് നോക്കുമ്പോൾ അത് അങ്ങനെ പോസിബിൾ ആവണമെന്നില്ല. കാരണം കരിയർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ വി നീഡ് ടു ഡിപ്പെൻഡ് ഓൺ സം അതർ കമ്പനി അല്ലെങ്കിൽ സം അതർ പേഴ്സൺ, ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ഒരു കരിയർ നമുക്ക് റീബിൽഡ് ചെയ്യാൻ. ബിസിനസ്സിൻ്റെ കേസിൽ അതല്ല, നമുക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സ്കില്ലും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാം. ഒരു കരിയർ അങ്ങനെയല്ല എന്നുള്ള ഒറ്റ കേസ് കൊണ്ട് തന്നെയാണ് കരിയറിനുള്ളൊരു ഓപ്ഷൻ എനിക്ക് അവിടെ തുറന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്കറിയാം. ആൻഡ് ഫ്രാങ്ക്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആയിരുന്നു എൻജിനീയറിങ്ങിന്. എനിക്ക് ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് സപ്ലൈ അടിച്ചുകൊണ്ടിരുന്നത് കമ്പ്യൂട്ടർ ലാബ് അടക്കമാണ്. അതായത് ഞങ്ങൾ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഇയറിൽ, ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ വിശ്വാസം, ഫസ്റ്റ് ഇയറിൽ എല്ലാവർക്കും അതായത് മെക്കാനിക്കലാണെങ്കിലും ഇലക്ട്രിക്കലാണെങ്കിലും എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും പഠിക്കാനുണ്ടാവും. അതിൽ ഈ മെക്കാനിക്കലിലോ ഇലക്ട്രിക്കൽ ഏതിലുള്ളവരാണെങ്കിൽ പോലും ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാബ് ഒന്നും സപ്ലൈ അടിക്കാറില്ല. എനിക്ക് അതിലടക്കം അടിച്ചിട്ടുണ്ട്. സോ എൻ്റെ കോർ സബ്ജക്റ്റിൽ ഞാൻ ആ 3 years സപ്ലൈ അടിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി അവിടെ വന്നു, ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി, നല്ല കമ്പനിയാണ്, നല്ല രീതിയിൽ പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ട്രിപ്പിൽ കിട്ടുന്ന പ്രോഫിറ്റ് പോലും ഒരു മാസത്തെ സാലറി ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അതും കോളേജിൽ ഞങ്ങൾ സൈഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള.
അപ്പോൾ അതിലേക്ക് മാറുമ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് അറിയാം. പക്ഷെ മറ്റേ ഇപ്പോൾ പറഞ്ഞ പോലെ ബിസിനസ് എന്ന് പറയുന്ന സാധനം ചെയ്യാൻ മാത്രം ഞാൻ ആയിട്ടുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു ഇൻഡസ്ട്രിയിൽ ഇറങ്ങി ഇൻഡസ്ട്രി എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയണം. എസ്പെഷ്യലി ടെക്നോളജി, അത് ഏത് സമയത്തും ടെക്നോളജിക്ക് അനുസരിച്ചിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൺവെൻഷണൽ വേക്ക് ഒരു പരിധി വരെ സ്കെയിലബിലിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് ടെക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. എനിക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് പിന്നെ ഞാൻ എന്തിനാണത് കളയുന്നത് എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം കരിയറിലൊക്കെ സെറ്റായി നല്ല ജോബിൽ പ്ലേസ്ഡായി നിൽക്കുന്ന ടൈമിൽ വീണ്ടും ബിസിനസ്സിലേക്ക്. അപ്പോൾ ഒരു ടെൻഷൻ ഇല്ലേ, ഇനി ഇതെങ്ങാനും പണി പാളിക്കഴിഞ്ഞാൽ കരിയർ വീണ്ടും ഒരു ബ്രേക്ക് വരികയാണ്, തിരിച്ച് ജോബിലേക്ക് പോകാൻ പറ്റും, ആ ഒരു ടെൻഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തേ? അതും ശരിയായ കാര്യമാണ്. കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന എന്തും ചെയ്യാൻ പറ്റുന്നൊരു സമയമുണ്ട്. അതായത് നമ്മൾ കോളേജ് മുതൽ അല്ലെങ്കിൽ ആ സമയം ഒരു കോളേജിൽ നിന്ന് ഇറങ്ങി ഒരു 5 years വരെയൊക്കെ യൂഷ്വലി നമ്മുടെ നാട്ടിലൊരു സെറ്റപ്പ് വെച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം പിന്നെ നമ്മൾ ഫാമിലി ലൈഫിലേക്ക് ട്രഡീഷണൽ വേ അതാണ്, അതല്ലാതെ പോകുന്നവരുണ്ട്. ബട്ട് അതിലേക്കൊക്കെ എത്തുമ്പോഴേക്ക് പിന്നെ നമുക്ക് പ്രാരാബ്ദം എന്ന് പറയുന്ന സെറ്റപ്പ് തുടങ്ങും. ആൻഡ് ഫിനാൻഷ്യൽ കാര്യങ്ങളും നമുക്കൊരു സേവിങ്സ് വേണം എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ റിസ്ക് എടുക്കേണ്ട സമയത്ത് ഞാൻ എൻ്റെ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം പോയി. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ 2016 ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 18 കഴിയുന്ന സമയം ഒരു 2019 ആയപ്പോൾ ഞാൻ നല്ല രീതിയിലൊരു ബ്രേക്ക് കരിയറിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ 2019 ഓൾമോസ്റ്റ് ഒരു 1 year, അത് പേഴ്സണൽ റീസൺസും ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണം എന്നുള്ളത്. ബട്ട് ആ ഗ്യാപ്പ് കുറച്ച് വലുതായി പോയിട്ടുണ്ട് ആ ഒരു ഇയറിൽ. 2019 എൻഡ് വരെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവലിംഗ് ആയിരുന്നു. പക്ഷെ അപ്പോഴും ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കണക്ട്സ് വെച്ചിട്ട് ഞാൻ കുറച്ച് വർക്കുകൾ ഫ്രീലാൻസും കോൺട്രാക്റ്റൊക്കെ പിടിച്ചു. സോ ബ്രേക്ക് ഇട്ടില്ല. എനിക്ക് എൻ്റെ സ്കിൽസ് പിന്നെയും ഒന്ന് പൊടിയട്ടിക്കൊണ്ട് ഇരിക്കാനുള്ളൊരു വഴി ഉണ്ടാക്കി ഞാൻ ചെറിയ രീതിയിലുള്ളൊരു വരുമാനം. സോ എൻ്റെ അപ്പോഴത്തെ ചിലവുകളൊക്കെ നടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ആ 2019 എൻറ്റയർലി ഞാൻ ട്രാവലിങ്ങും വർക്കും മാത്രമാണ്. ആ സമയം ആ ട്രാവലിങ് കഴിഞ്ഞ് ഇനി എനിക്ക് തിരിച്ച് വരണം എന്നുള്ളൊരു ഫീല് വരുന്ന സമയത്തും എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എളുപ്പത്തിലൊരു ജോലി കിട്ടി. സോ ബേസിക്കലി അതൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. ആ സമയത്ത് തന്നെയാണ് ഞങ്ങൾ പാരലലി സ്വർഗം ബിൽഡ് ചെയ്യുന്നത്. സോ സ്വർഗം സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഐ റീസ്റ്റാർട്ടഡ് മൈ കരിയർ എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് നമ്മൾ എവിടെയോ ഒരു സൈഡിൽ വന്നു. ബട്ട് പിന്നീട് ഉണ്ടായ കുറേ കാര്യങ്ങൾ എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ലൈഫിൽ ബാധിച്ച കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് കൊറോണ, CAV, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഫ്യൂച്ചറിൽ പല രീതിയിലും ഇൻവോൾവ് ആയിട്ടുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്. ഇപ്പോൾ സ്വർഗം, നമ്മൾ ഇന്ന് കാണുന്ന സ്വർഗം കൊച്ചിയിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ആംബിയൻസിലുള്ള ഒരു കഫേയാണ്. പക്ഷേ നോർമൽ കൊച്ചിയിലെ നോർമൽ പ്ലേസസ് ചൂസ് ചെയ്യാതെ കുറച്ചൊരു ഉള്ളിലേക്ക് കയറി കുറച്ച് കാമായിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു കിട്ടി? അല്ലെങ്കിൽ ആ സ്വർഗം എന്നുള്ള പേരിൽ പോലും ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. ആ ഒരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെ പോയി? ആക്ച്വലി സ്വർഗത്തിൻ്റെ ടീമിൻ്റെ ഇടയിൽ ഉള്ളൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും ഒരു സ്റ്റോറി പറയാനും ആൾക്കാരോട് കണക്റ്റഡ് ആവാനും ഒരിത് വേണം എന്നുള്ളതാണ്. ഞങ്ങളൊരു എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ സ്വർഗത്തിൻ്റെ ടീം ചെയ്യുമ്പോൾ ഒരു കോർ എലമെൻറ്റ്. അപ്പോൾ ഈ സ്വർഗത്തിൻ്റെ കേസിൽ ഇതേ ചോദ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അവരൊന്ന് ഇരുത്തി സംസാരിക്കാനും അവർക്ക് കൊള്ളാം എന്ന് കേൾക്കാനുള്ളൊരു സ്റ്റോറി അതിലുണ്ട്. ആക്ച്വലി വി ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. അതായത് സ്വർഗം എന്ന് പറയുന്നതിൻ്റെ ബർത്ത് തന്നെ ഞങ്ങളവിടെ ഒരു ബാക്ക് പാക്ക് ഹോസ്റ്റൽ എന്നുള്ളൊരു സാധനമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ ട്രാവൽ ചെയ്യലായിരുന്നു 2019 ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റൽ. സോ അതിന് വേണ്ടിയാണ് ആക്ച്വലി അത് സ്കൗട്ട് ചെയ്ത് ഞങ്ങൾ ആ സ്ഥലം കണ്ടുപിടിച്ചത്. നമ്മുടെ തന്നെ ഫ്രണ്ടിൻ്റെ ഒരു കെയർ ഓഫിലുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. വെറുതെ കാട് പിടിച്ച് കിടക്കുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ നശിച്ച് കിടക്കുന്നൊരു സ്ഥലം തന്നെയായിരുന്നു. ബട്ട് നല്ല പൊട്ടൻഷ്യലുള്ള ഏരിയ എന്ന് ഞങ്ങൾക്ക് അവിടെ ചെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റിയ സമയമായിരുന്നില്ല. ആ സമയത്താണ് മരടിൽ ഫ്ലാറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ചെയ്യാൻ നിന്നാലും ഞങ്ങൾക്ക് നഷ്ടത്തിലേക്ക് പോകുള്ളൂ എന്നറിയാം. വി ബാക്ക്ഡ് ഔട്ട് ആൻഡ് ജസ്റ്റ് ലൈക്ക് എനി ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഞങ്ങളും രാത്രി ഒരു 10-20 കിലോമീറ്റർ ഓടിപ്പോയിട്ടാണ് ചായ കുടിക്കാറുള്ളത്. അങ്ങനെയുള്ള ഒരു ദിവസം രാത്രി ഞങ്ങൾ
ഇങ്ങനെ സംസാരിച്ചത് നമുക്ക് എന്നാ പിന്നെ ഒരു ചായക്കട തുടങ്ങാം എന്നുള്ളത് ഒരുപാട് പേര് പറയുന്ന സാധനമാണ്. ഞങ്ങൾ അതും ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ചായക്കടയുടെ പുറത്ത് വരുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയൻസ് ഉള്ളൊരു ചായക്കട അല്ലെങ്കിൽ ആംബിയൻസ് ഉള്ളൊരു തട്ടുകട, ഇതായിരുന്നു ഞങ്ങൾ അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അതിനുള്ള പേരിടുന്ന സമയത്തും കുറേ പേരുകൾ മൈൻഡിൽ വന്നു. തുത്തുരുത്തുരുത്ത്, കാപ്പിത്തുരുത്ത്, അങ്ങനെ കുറേ സാധനം, പിന്നെ വേറെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ സ്ഥിരം കാണുന്നത്. നമ്മൾ ആ പേര് ഫൈനലൈസും ചെയ്തിട്ടില്ല. അവിടെ ചെന്നിട്ട് പണി ആ സമയത്ത് നമുക്കറിയാം, ഒരു ഫ്രണ്ട്സ് ജസ്റ്റ് ആ കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ടൈമിലുള്ള ആളുകളാകുമ്പോൾ നമ്മൾ തന്നെയാണ് എല്ലാ വർക്കും ചെയ്യുക. എല്ലാം ഇപ്പോൾ കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ സംരംഭത്തിലും കാണുന്ന സംഗതിയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ തന്നെയായിരുന്നു വൈറ്റ് വാഷിങ്ങിൻ്റെയും മറ്റേ ക്ലീനിങ്ങിനും എല്ലാത്തിനും ചെന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞങ്ങളിപ്പോഴത്തെ കിച്ചൺ ഇരിക്കുന്ന ഒരു ഷെഡുണ്ട്. ആ ഷെഡ് പണ്ടേ ഉള്ളതാണ്. അവിടെ ആൾക്കാർ പണ്ട് വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ ചുമ്മാ വന്നിരിക്കുമ്പോഴൊക്കെ കുറേ ഗ്രാഫിറ്റീസ് എന്ന് പറഞ്ഞാൽ ചിത്രം വരയ്ക്കും, എഴുതും, ചില കവിതകളെ പോലെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു പില്ലറിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്വർഗം എന്ന് എഴുതിയിട്ട്. സോ അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ നമുക്ക് ഈ പേരിട്ടാലോ എന്ന് ചോദിച്ചു. ഇത് കൊള്ളാം, ഇതാകുമ്പോൾ നമുക്കൊരു സ്റ്റോറിയും ഉണ്ട്. ആൻഡ് ഫെൽറ്റ് ലൈക്ക് ആ ഒരു സ്ഥലത്തിന് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നി. ആൻഡ് അന്ന് മുതൽ ഇറ്റ്സ് സ്വർഗം. ഇപ്പോൾ സ്വർഗത്തിന്റെ ജേണി പറഞ്ഞപ്പോൾ അത് ആദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചായക്കടയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമ്മളിന്ന് കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ കുറേ അധികം കഫേകൾ വരുന്നുണ്ട്, വരുന്നതിലും സ്പീഡിൽ പൂട്ടിപ്പോകുന്നതുമുണ്ട്. അപ്പോൾ സ്വർഗത്തിന്റെ ആ ഒരു ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റെപ്പിൽ നിങ്ങളെടുത്ത ഏറ്റവും റൈറ്റ് ഡിസിഷൻ ആയിരുന്നു ഒരു ചെറിയ ലെവലിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്? അതെ, അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എടുത്തൊരു സ്റ്റെപ്പായിരിക്കും. കാരണം അന്ന് ഞങ്ങളുടെ കയ്യിൽ സേവിങ്സ് ഒന്നും ഇല്ല. ആൻഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കേസാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് ആർക്കും വീട്ടിൽ നിന്ന് കടം വാങ്ങിയോ അല്ലെങ്കിൽ പാരൻസിൻ്റെ കാശ് കൊണ്ടോ തുടങ്ങണമെന്ന് യാതൊരു താല്പര്യമില്ലാത്ത ആൾക്കാരായിരുന്നു. സോ ഞങ്ങൾ തന്നെ ഏൺ ചെയ്ത എമൗണ്ടിൽ നിന്ന് കാശിൽ നിന്ന് ഒരു ചെറിയൊരു എമൗണ്ട് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക, അതിന് പറ്റുന്ന സാധനം ബിൽഡ് ചെയ്താൽ മതി എന്നുള്ളതായിരുന്നു തോട്ട്. സത്യത്തിലും ഞങ്ങൾ അതിനെ കൊണ്ട് ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഞങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്ര തന്നെ, പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരരുത്. ഞങ്ങൾക്ക് അതിൽ നിന്ന് തിരിച്ച് 5 പൈസ റിട്ടേൺ കിട്ടണമെന്ന് യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വരരുത്. ഇറ്റ് ഷുഡ് ബി ഓപ്പറേഷണലി ബ്രേക്ക് ഇവൻ, അതിങ്ങനെ റൺ ചെയ്ത് പോകണം എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങൾക്ക് അന്നത്തെ പ്ലാൻ. ബട്ട് ഞങ്ങളെ ജേണിയുടെ ഇടയിൽ ഞങ്ങൾക്കത് മനസ്സിലായി, ഇത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വലിയൊരു സംഭവമാണ് ഞങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ആ സംഗതി മാറിയത്. പക്ഷെ അതിൽ തന്നെ ഈ ചോദിച്ച ചോദ്യത്തിന് ഇപ്പം കൊച്ചിയിൽ ഷോപ്സ് തുറക്കുന്നതിനേക്കാളും എണ്ണത്തിലാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്. എസ്പെഷ്യലി അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേരായിരുന്നു, എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും മറ്റേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും കേട്ടിട്ടുണ്ട്, കൊള്ളാം, നീ ഇവിടുന്ന് അവിടെ പോയി എന്താ പറയുക സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു, എന്നിട്ട് കൊച്ചിയിൽ ഒരു റെസ്റ്റോറൻറ്റും തുടങ്ങുന്നു, വല്ല പണിയുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം നിനക്ക് എന്നുള്ള ചോദ്യമാണ്. ഒരു ചായയും ഓംലെറ്റും മാഗിയൊക്കെ അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ഞങ്ങൾ പോയിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയെന്ന് പറഞ്ഞാൽ അതിലൊരു ലോജിക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് അന്നും ഉണ്ടായിരുന്നൊരു കേസ്, മോർ ദാൻ ദ ഡൈനിങ് സൈഡ് ഞങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസും കൂടെ കൊടുക്കുക. ഫുഡ് കഴിക്കുന്നത് എന്ന് മാത്രമല്ലാതെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും അവർക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്, നല്ല ഫുഡ് ഡെഫിനറ്റ്ലി കൊടുക്കണം. കൊടുക്കുന്ന ഫുഡ് ടേസ്റ്റിനി കുറഞ്ഞാലും വേണ്ടില്ല, കൊടുക്കുന്നതിൽ ഒരു കേടില്ലാത്ത സാധനമായിരിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളെ ഫസ്റ്റ് തിങ്. ടിൽ നൗ പൊറോട്ട ഇല്ലാത്ത ഒരു മലയാളി റെസ്റ്റോറൻറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ കേരള ക്യുസീൻ കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളത് വണ്ണമഗ്ധമായിരിക്കും. കാരണം ഇപ്പോഴും അവിടെ ആൾക്കാർ വരുമ്പം ഇതെന്താണ് ഇവിടുത്തെ ഐറ്റംസ്, ഇവിടെ കേരള ക്യുസീൻ അങ്ങനത്തെ ഐറ്റംസ് ഉള്ളൂ, നാടനുള്ളൂ എന്ന് പറയും. പൊറോട്ട ഉണ്ടോ എന്ന് ചോദിക്കും, പൊറോട്ട ഇല്ല. അതെന്ത് മറ്റേ കേരള ക്യുസീനാണോ എന്ന് ചോദിക്കും. അതെ, കാരണം മലയാളീസിന് പൊറോട്ട ഇല്ലാതെ നടക്കില്ല. പക്ഷെ ഞങ്ങളത് അവിടെ വെക്കാതിരിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്, പൊറോട്ട മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സോ അതൊരു ഹെൽത്തി സൈഡായിട്ട് ഞങ്ങൾക്കത് ഫീൽ ചെയ്യും. ഞങ്ങൾ കഴിക്കട്ടോ, ഞാൻ അതിൻ്റെ ഉള്ള ഒരാളൊന്നുമല്ല. പക്ഷേ നമുക്ക് അവിടെ ചെറിയ കുറച്ച് നമ്മുടേതായ കുറച്ച് എത്തിക്സ് അല്ലെങ്കിൽ ഒരു എലമെൻറ്റ്സ് ഉണ്ട്, അത് കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളതായിരുന്നു മെയിൻ. ഈവൻ നൗ നമ്മൾ ഇപ്പം മറ്റേ സോഡ ഐറ്റംസ്, കാർബണേറ്റഡ് ഐറ്റംസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മന്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള അജിനോമോട്ടോ ഇടുന്ന സാധനങ്ങൾ, അതെല്ലാം ആ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനാണ് ഇതുവരെയും ശ്രദ്ധിച്ചിട്ടുള്ളത്. സോ അന്ന് മുതൽ റൺ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ബട്ട് ഇതെല്ലാം ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്
പഠിച്ചു വന്ന കാര്യങ്ങളായിരുന്നു, ഒരിക്കലും പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല. പ്ലാൻഡ് ആയിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ ഒരു 1 CR ഒക്കെ എവിടെന്നെങ്കിലും കടം വാങ്ങി ഇട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മന്ത് തന്നെ ഈ പണി എങ്ങനെ ചെയ്യണം എന്നറിയാതെ കൂട്ടിപ്പോവും, അത്രേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് സ്വർഗം എന്ന് പറഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കഫേയാണ്. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് ഒരു വിത്തിൻ 10 or 20 days ഫേസ് ചെയ്യേണ്ടി വന്നത് കൊറോണയാണ്. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ എങ്ങനെയാണ് ആക്ച്വലി ഫേസ് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്? അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഡിൽ കുറച്ച് കോൺഫിഡൻസിൻ്റെ ഒരു ഗ്ലോ കാണുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് March 8 വുമൻസ് ഡേ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് ഞങ്ങളുടെ എല്ലാവരുടെ ഉമ്മമാരെയും വെച്ചിട്ടൊരു സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് March 18 പൂട്ടി. 10 ദിവസം തുടങ്ങിയതിന് 10 ദിവസം കൊണ്ട് ആ കച്ചവടം പൂട്ടി എന്ന് പറയാം. കാരണം കൊറോണയുടെ പരിപാടികൾ തുടങ്ങി 24th ആയപ്പോഴേക്ക് ഞങ്ങൾ മറ്റേ എൻ്റെ ലോക്ക്ഡൗൺ 24th ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ, March 24th എൻ്റെ ലോക്ക്ഡൗൺ ആയി. അത് കഴിഞ്ഞ് ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിയുമ്പോൾ ചെറിയൊരു റിലാക്സേഷൻ വന്നു. ആ സമയത്ത് ഞങ്ങളത് തിരിച്ച് തുറക്കണം എന്നുള്ളതിനുള്ള കോൺഫിഡൻസും അല്ലെങ്കിൽ അതൊരു ആവശ്യമായി വന്നത് ഈ 10 ദിവസത്തിൻ്റെ ഇടയിൽ വന്ന ആളുകളുടെ റെസ്പോൺസാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ 10 ദിവസത്തിൻ്റെ ഇടയിൽ ആൾക്കാർ വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങിയത് ഈ ഹൈവേ സൈഡിലോ റോഡ് സൈഡിലോ അല്ല. അത് സ്വർഗത്തിലേക്ക് വന്നവർക്കറിയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാപ്പ് ചെയ്ത് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്നുള്ളത് അവിടെ വന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞാലേ അറിയുള്ളൂ. കാരണം അത്രയ്ക്ക് ഉള്ളിലാണ്, അതാണ് ആ റോഡിൻ്റെ എൻഡ് തന്നെ. അപ്പോൾ അവിടെ വന്ന് അല്ലെങ്കിൽ വരണമെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്ത് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇപ്പോൾ എടപ്പള്ളി പോലെയുള്ള സ്ഥലത്ത് നിന്ന് ഒരു 10-25 കിലോമീറ്റർ ഓടി അവിടെ എത്തിയിട്ടുണ്ട്, അവർക്ക് പിന്നെയും വരണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റാർട്ടപ്സിൻ്റെ നമ്മുടെ ലാംഗ്വേജിൽ പറയുമ്പോൾ PMF ഞങ്ങൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ആ പ്രൊഡക്റ്റിന് അവിടെ മാർക്കറ്റിൽ പ്രോപ്പർ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഫിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഞങ്ങളത് വിചാരിച്ചത് എന്ത് രീതിയിലാണ് ഇനി ആൾക്കാർക്ക് വേണ്ടതെന്നുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തപ്പം വിചാരിച്ചത് ഈ റൈഡൊക്കെ എടുത്തു പോകുന്ന യൂത്ത് അല്ലെങ്കിൽ പിള്ളേർ സെറ്റ് വന്ന് ചായ കുടിക്കാനിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും എന്നുള്ളതായിരുന്നു. കാരണം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ആകെ ഒരു കട്ടൻ ചായ, പിന്നെ മറ്റേ പുട്ട്, ഇറച്ചിപ്പുട്ട്, ബീഫ്, കക്ക, ചിക്കൻ, ഇത്രയും സാധനം മാത്രമേ ഉള്ളൂ. പുട്ട് മാത്രമാണ് ഐറ്റം. പിന്നെ കപ്പ ഉണ്ടായിരുന്നു. ഇത്രയും സാധനം മാത്രമേ ഉള്ളൂ. ആ സാധനം വെച്ചിട്ടും ആൾക്കാർ അവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്ഥലത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലായി. ആൻഡ് ദെൻ വി ഡെവലപ്ഡ് ഓൺ ഇൻ. അതിൽ തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു ഷെഡ് പണിയുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് കുറേ സീറ്റ് ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം എന്ത് രീതിയിലാണ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ ചെറിയൊരു വേർഷൻ, കുറച്ച് സീറ്റ്സ് മാത്രം ഇട്ടു. ആൻഡ് ദെൻ ഏതൊക്കെ സൈഡിൽ ഞങ്ങൾക്കത് റൂഫിങ് ചെയ്യണമെന്ന് ആൾക്കാരുടെ അടുത്തുനിന്ന് കിട്ടി, അത് ചെയ്തു. അങ്ങനെ വൺ ബൈ വൺ ആയിട്ടാണ് ഓരോ ഡെവലപ്മെൻറ്റും ചെയ്തു പോയത്. അപ്പോൾ ഈ പറയുന്ന 10 ദിവസത്തിൽ നിന്ന് കിട്ടിയത് ആൾക്കാർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് വന്നവർ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് അത് റീഓപ്പൺ ചെയ്യുന്നു. ആ സമയത്ത് ഇവരുടെ ഫ്രണ്ട്സ് വരുന്നു. ഇവരുടെ എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. സോ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് മോർ ഓവർ ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട്, ഇവിടെ വന്നവരെല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഈ സെക്കൻഡ് ഡിഗ്രി ആണ് കണക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ സംസാരിക്കാനുള്ളൊരു ധൈര്യം കൂടുതലാണ്, കോൺഫിഡൻസ് കൂടുതലാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാലും അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് സംസാരിച്ച് ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത്. ആ സാധനം ഞങ്ങളവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രോപ്പർലി അവരുടെ അടുത്ത് സംസാരിക്കും. പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. സോറി, ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാതെ തുടങ്ങിയിട്ടുള്ള സാധനമാണ്, എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാമെന്ന് അവർ ഫ്രാങ്ക്ലി ആ സാധനം തരും. അതുമാത്രമാണ് ഞങ്ങൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുക്കാനുണ്ടായിരുന്ന ഒരു റീസൺ. അപ്പോൾ സ്വർഗത്തിൻ്റെ ജേണി അതാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഓൾറെഡി ബിടെക് ഒക്കെ കഴിഞ്ഞ് നല്ല ജോലിയുള്ള ചെക്കൻ പോയി കൊച്ചിയിലൊരു ചായക്കട തുടങ്ങും. വീട്ടിൽ നിന്നുള്ള ആ ഒരു റെസ്പോൺസ് ആ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്ത് ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. എസ്പെഷ്യലി എൻ്റെ സ്ഥലത്താണെന്നുണ്ടെങ്കിലും പുറത്ത് ഇപ്പം സൗദിയിലോ അല്ലെങ്കിൽ GCCയിലോ എവിടെയെങ്കിലും പോവാത്ത ആൾക്കാരില്ലാത്ത വീടുകളില്ല. എൻ്റെ വീട്ടിൽ നിന്നാണ്. എൻ്റെ ഉപ്പ പ്രവാസിയായിരുന്നു, എൻ്റെ 2 ഏട്ടന്മാർ പ്രവാസിയാണ്, എൻ്റെ അളിയൻ പ്രവാസിയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ അപ്പോൾ വിസ അടിക്കും എന്നുള്ള അവസ്ഥയിലായിരുന്നു അന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ട് എന്തിനാണെന്ന് ഞാൻ പല ആൾക്കാരുടെ നിന്നും കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നും നല്ല രീതിയിൽ അത് കേൾക്കുന്നുണ്ട്. ഇവിടെ നിന്നാൽ ഗതി പിടിക്കില്ല എന്നുള്ളതാണ് ടെക്നിക്കലി പറയുന്നൊരു സാധനം. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ
എന്നെക്കാളും സീരിയൽ ഒരു ഓൺടർപ്രണർ ആയിരുന്നു, ബിസിനസ് മാൻ ആയിരുന്നു. കാരണം ഞാൻ ആൾക്കാരോട് പറയുമ്പോൾ പറയാറുണ്ട്, പുള്ളി ചെയ്ത വെഞ്ചേഴ്സിൻ്റെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഒരുപാട് ചെയ്യാൻ കിടക്കുന്നു അവിടെ എത്തണമെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ ആളത് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ട്, ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഓരോ സമയത്തായിട്ട് പലതും ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ആക്ച്വലി റിട്ടയർമെൻറ്റിൻ്റെ ടൈമും കഴിഞ്ഞ് സമാധാനമായിട്ട് വീട്ടിലിരിക്കേണ്ട സമയമാണ്. ഒരാവശ്യമില്ലെങ്കിലും പുള്ളി ഇപ്പോഴും അടുത്തൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പുതിയൊരു കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനൊരു പാരൻറ്റിൻ്റെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഇനീഷ്യൽ ഡേയ്സിൽ. പക്ഷേ എൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നല്ല രീതിയിൽ എതിർക്കുകയായിരുന്നു. അത് പിന്നീട് എനിക്ക് റിയലൈസ് ചെയ്തു, കാര്യം ഈ മറ്റേ ഉപ്പ് തിന്നവനാണ് അതിൻ്റെ ഉപ്പിൻ്റെ ചുവ അറിയുള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് മക്കളെങ്കിലും സമാധാനമായിട്ട് പോകട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് ഞാനൊരു ഫേസ് കഴിഞ്ഞപ്പോൾ പലരും നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ്. കാരണം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതും കാര്യങ്ങളൊക്കെ. പക്ഷേ പേടിയുണ്ട് അവർക്ക് ഇപ്പോഴും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ഒരു 8 മാസം മുമ്പ് 6 മാസം മുമ്പ് എന്തോ ആണ് എൻ്റെ കമ്പനിയിൽ കുറച്ച് ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകുന്നത് വളരെ കുറവാണ്. വീട്ടിൽ നിന്ന് ഞാൻ വരാൻ നിൽക്കുക. അപ്പോൾ ഉമ്മ ചോദിച്ചു, നീ വല്ലപ്പോഴും വന്ന് നിൽക്കുന്നതാണ്, കുറച്ച് നേരങ്ങളിൽ ദിവസങ്ങളിൽ നിന്നിട്ട് പോകുന്നത്. ഇല്ല എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, എനിക്ക് അവിടെ ഇൻ്റർവ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഏത് കമ്പനിയിലാണെന്ന് ചോദിച്ചു. എന്നോട് ചോദിക്കുന്നത് ഞാനിനി ഏത് കമ്പനിയിലേക്ക്. അപ്പോൾ ഉമ്മ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഇനി വരെ ജോലിക്ക് പോവുകയാണല്ലോ എന്നുള്ളത്. അതെ, ജോലിക്ക്. ഞാൻ പറഞ്ഞു, ഉമ്മ എൻ്റെ കമ്പനികളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും മൊത്തത്തിൽ ഏകദേശം ഒരു 100 ചില്ലാൻ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡയറക്റ്റ്ലി. അതല്ലാതെ അത് കൂടുതലും ഞാൻ വലിയ സംഭവമൊന്നും ആയിട്ടില്ല. പക്ഷെ എങ്കിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇനി എന്നെ ഒരാൾ ജോലിക്ക് എടുക്കില്ല. അതാണ് ഒരു വേറെ യാഥാർത്ഥ്യം. കാരണം എന്നെ പോലുള്ള ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ എത്ര സ്കില്ലുണ്ട് എന്ന് പറഞ്ഞാലും ഇവൻ ഇത് കഴിഞ്ഞ് നാളെ ഒരു കമ്പനി എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബിസിനസ് എന്നും പറഞ്ഞാൽ പോകുന്നുള്ള എല്ലാവർക്കും അറിയാം. സോ അത് പോസിബിൾ അല്ല. പിന്നെ ഞാനിത് നിർത്തിപ്പോയ ഇത്ര ആൾക്കാരുടെ കാര്യം എന്താണ്, അതും നമ്മൾ ആലോചിക്കണമല്ലോ. സോ എൻ്റെ കമ്പനിയിലേക്കാണ് ഇൻ്റർവ്യൂ. അവിടെ അത്യാവശ്യത്തിന് നല്ലപോലെ ആൾക്കാരെ എടുക്കുന്നുണ്ട്, ഞാൻ കുഴപ്പമില്ലാത്ത സാലറിയും കൊടുക്കുന്നുണ്ട്. ഉമ്മക്ക് എന്നാലും ഒരു സങ്കടം അതുണ്ട്. കാര്യമൊന്നുമല്ല, ഉമ്മയെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഉപ്പാൻ്റെ ജേണിയും. അതെ, അതുകൊണ്ടേ ആയിരിക്കുള്ളൂ. പക്ഷേ സ്റ്റിൽ എൻ്റെ ബ്രദേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും അത്യാവശ്യം നല്ല ഹാപ്പിയാണ് എൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ. സ്ട്രഗിൾസ് കാണുമ്പം പറയും, എടാ ഇത് വേണമായിരുന്നോ എന്നുള്ളത്. പക്ഷേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കൂടെ നിൽക്കാറുണ്ട്. ഈ സ്ട്രഗിൾസ് എന്തായാലും ബിസിനസ്സിൽ ഒരു പാർട്ടായിട്ടുണ്ടോ? അപ്പോൾ എപ്പോഴെങ്കിലും തിങ്ക് ചെയ്തിട്ടുണ്ടോ കോഡിങ് തന്നെ മതിയായിരുന്നു? ആ ഒരു പോയിന്റ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അത് ഡെഫിനറ്റ്ലി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആയി പോവുള്ളൂ. പക്ഷെ കോഡിങ് മതി എന്ന് മാത്രം പറയാൻ നിൽക്കാറില്ല. കാരണം കോഡിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതാണ് ഈ ടെക്കീസ് കൂടുതലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. കാരണം മെൻ്റൽ സ്ട്രെസ് വരാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വരുന്നില്ല. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയെങ്കിലും പുറത്തിറങ്ങി നടക്കുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. പക്ഷേ കോഡിങ് മതിയായിരുന്നു എന്ന് തോന്നാറുള്ള പല സമയം എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി എൻ്റെ ഫാമിലി ടൈം. അപ്പം എൻ്റെ വൈഫും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അവൾക്ക് നല്ല സങ്കടമുണ്ട്. കാരണം എന്നെ ആ ഒരു ടൈമിൽ അവിടെ കിട്ടുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മറ്റേ നടുനിർത്താൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നല്ല സമയത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. ഇപ്പം എൻ്റെ മകൾക്കാണെങ്കിൽ 3.5 വയസ്സ്. ഈ സമയത്തൊക്കെ നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ അതാലോചിക്കുമ്പോൾ ഞാൻ കോഡിങ് ചെയ്തിരുന്ന സമയത്തായിരുന്നെങ്കിൽ എനിക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് പോയി വർക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് ദാറ്റ്. പക്ഷേ ഓവറോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഐ എം മെയ്ഡ് ഫോർ ഇറ്റ്. സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ എനിക്ക് എന്തായാലും ഇതല്ലാതെ നടക്കില്ല. ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്ത് പോസിബിൾ അല്ല. അതൊരു സമയം കഴിഞ്ഞ് ഇതിലേക്ക് മാറും. ഇപ്പോഴും ഞാൻ പിന്നെ അഗൈൻ കോഡിങ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. കൂടുതലും ചെയ്യാറില്ല, പക്ഷേ എങ്കിലും ഇരുന്നിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. അപ്പോൾ ഒരു ടെക്കി ആയിരുന്നു, പിന്നെ ഫുഡ് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ അത് ഈ ഒരു ഫുഡ് ബിസിനസ്സിൽ എത്രത്തോളം ഓട്ടോമേഷൻസും എയും ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? എയും ഓട്ടോമേഷൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ഞങ്ങളുടെ അവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ഇതുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയുടെ ഇടയിൽ തന്നെ നമ്മൾ റീഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ലോക്ക്ഡൗൺ വരുന്നു, ക്ലോസ് ചെയ്യുന്നു. അതിൽ ഒരു സമയത്ത്
പെട്ടെന്ന് വെച്ച് പോലീസ് ഒരു ദിവസം കയറി വന്ന് ആരോ കംപ്ലൈൻറ്റ് കൊടുത്താന്നാണ് പറഞ്ഞത്. അവിടെ അത്യാവശ്യം ആൾക്കാർ വന്നു പോകുന്നുണ്ട്, ഇത്ര ആൾ കൂടുന്ന സ്ഥലമാണെന്നും പറഞ്ഞിട്ട്. പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ റൺ ചെയ്യാനുള്ള പെർമിറ്റ് ഉണ്ട്. കാരണം ഓപ്പൺ സ്പേസ് ആണ് ആൻഡ് അത്യാവശ്യം ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് സീറ്റിംഗ് എല്ലാം ഉള്ളത്. പോലീസ് വന്ന് ഡൈനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ ഓടിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കുന്നവരൊക്കെ നേരെ വണ്ടി കയറി പോയി കയ്യും കഴുകിയിട്ട്, ബില്ല് പോലും തന്നിട്ടില്ല. പക്ഷെ ആ സമയത്ത് നമുക്കൊന്നും അതല്ലല്ലോ വിഷയം. അവർ വന്നിട്ട് പോലീസ് വന്നിട്ട് പറഞ്ഞത് ഇത് റൺ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഇത്ര ആൾക്കാരെ വെച്ചിട്ട് സീറ്റിംഗ് ഒന്നും ഇട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഫൈൻ, പക്ഷെ നിങ്ങളിവിടെ ആളുകൾ വരുന്നത് കൂടുതലാണ്, നിങ്ങൾ ക്രൗഡ് കൺട്രോൾ ചെയ്യണം എന്നാണ്. അപ്പോൾ ക്രൗഡ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്കിംഗ് തുടങ്ങണം. ബുക്കിംഗ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ഫോൺ ബുക്കിംഗ് ഒക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ഹെക്റ്റിക്കാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. അന്ന് രാത്രി ഇന്നലെ ഞങ്ങളൊരു ബുക്കിംഗ് ആപ്പ് ഉണ്ടാക്കി, അത് വെച്ചിട്ട് പിറ്റേ ദിവസം മുതൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നൈറ്റ് തന്നെ ഞങ്ങൾ ആ സാധനം ചെയ്തു. അതെല്ലാം ഈ ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അതിനേക്കാൾ കൂടുതൽ ഇപ്പം നമ്മൾ സ്വർഗത്തിലാണെങ്കിലും അർബൻ ഫോറസ്റ്റിലാണെങ്കിലും POS യൂസ് ചെയ്യുന്നത് ഞാനും എൻ്റെ കോഫൗണ്ടറും കൂടെ ബിൽഡ് ചെയ്ത ആപ്പാണ്. ആ ആപ്പ് ഉണ്ടാക്കാനുണ്ടായിരുന്ന മെയിൻ റീസൺ ഈ ബുക്കിംഗ് എടുത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ പെർട്ടിക്കുലർ ഫീച്ചേഴ്സും കുറേ മെത്തേഡ്സും ഉണ്ടായത്. കാരണം ബുക്കിംഗ് കറക്റ്റായിട്ട് അസൈൻ ചെയ്യുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അന്ന് കുറേ ആപ്പുകളുടെ ഫീച്ചേഴ്സൊക്കെ ഇരുന്ന് നോക്കി ഡെമോ ഒക്കെ എടുത്ത് ചെയ്യുന്നതിനേക്കാളും ഞങ്ങൾക്ക് തോന്നിയത് നമ്മൾ തന്നെ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ആ ബിൽഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കാര്യമുണ്ട്. ഇന്നിപ്പം എൻ്റെ പാർട്ട്ണറാണത് റൺ ചെയ്യുന്നത്. അവൻ പറയാണ്, എടാ ഇന്ന് എനിക്ക് ഇങ്ങനെയുള്ളൊരു റിപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീച്ചർ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പോകണം. എനിക്ക് സിമ്പിളായിട്ട് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ അവിടെ വേണ്ടി വരുന്ന ആ ഒരു പാർട്ടിലൊക്കെ ഡെഫിനറ്റ്ലി ഞങ്ങൾക്കത് പല രീതിയിലും ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം പുതിയ ആപ്പ് മാറ്റാൻ വേണ്ടി ഇരുന്ന് ചെയ്യുന്നത് അത് മൊത്തത്തിൽ AI യൂസ് ചെയ്തിട്ടാണ്. അതല്ലാതെ ഇന്നോവേറ്റീവായിട്ട് അവിടേക്കുള്ള ഒരു ആസ് എ ബിസിനസ് ഇന്നോവേറ്റീവായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് അധികം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. വേറെ ഒന്നുമല്ല, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അർബൻ ഫോറസ്റ്റിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും നമ്മൾ മെയിൻലി സെല്ല് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ആംബിയൻസ് ആണ്. സെല്ല് ചെയ്യുന്നതെന്നല്ല, അവിടെ കൊടുക്കുന്നത് ആംബിയൻസ് ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഫുഡിൻ്റെ ടേസ്റ്റും ആ ഒരു സംഗതിയും, ടേസ്റ്റ് എന്നല്ല ഫുഡിൻ്റെ ക്വാളിറ്റി, അത് ഞങ്ങൾ കീപ്പ് ചെയ്യാൻ എപ്പോഴും നോക്കുന്നത്. അത് നമുക്ക് ഈ പറയുന്ന ടെക്കിനേക്കാൾ കൂടുതൽ ഒരു ഹ്യൂമൻ ടച്ചിൽ അത് കീപ്പ് ചെയ്ത് പോകാറ്റുള്ളൂ. അതുകൊണ്ട് അതിൽ കൂടുതൽ ഇന്നോവേഷനോ അല്ലെങ്കിൽ ഓട്ടോമേഷനോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ബട്ട് സ്കെയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു രാത്രി ചായ കുടിക്കാൻ പോയതിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ സ്വർഗവും അതുപോലെ അർബൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ടായത്. ഈ ഫൈൻഡ് മൈ ഹോസ്റ്റൽ എങ്ങനെയാണ് വന്നത്? ഹോസ്റ്റൽ തപ്പിപ്പോയതാണോ? അതിലും പറയണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ തപ്പിപ്പോയിട്ടുണ്ട്. നല്ല രീതിയിൽ കുറേ കറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഹോസ്റ്റലിലൊക്കെ ചുമ്മാ പോയി നിന്നതുണ്ട്. അതായത് 10 ദിവസത്തിനൊക്കെ അവർ നിൽക്കുന്ന ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. കാരണം എനിക്ക് തപ്പി മടുത്തിട്ട് ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അന്നല്ല ഈ ഒരു ത്രെഡ് വന്നത്, അത് 16-ലായിരുന്നു ഈ സാധനങ്ങളൊക്കെ നടന്നത്. ഞങ്ങൾക്ക് ഈ ഒരു ഐഡിയ തോന്നി, ഞാൻ ഈ ഒരു സാധനത്തിൽ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഫീൽ ചെയ്തത് തന്നെ 2018-ലാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്താവാം അത് നമുക്കൊരു ഐഡിയ സ്ട്രൈക്ക് ചെയ്യുന്നത്, അതല്ലെങ്കിൽ വേറെ ആളത് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന സമയത്താവും. അപ്പോഴാണ് ഞാനത് എനിക്ക് മനസ്സിലായത്. കാരണം 2018 ആയ സമയത്ത് ഞാനൊരു 2 years ആയിട്ട് നല്ല രീതിയിൽ കൊച്ചിയിൽ അത്യാവശ്യം ആളുകളായിട്ട് കണക്റ്റഡ് ആയിരുന്നു, പല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോഴും പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് എടാ എൻ്റെ സിസ്റ്റർക്കൊരു ഹോസ്റ്റൽ വേണം, അല്ലെങ്കിൽ ഫ്രണ്ടിനൊരു ഹോസ്റ്റൽ വേണം എന്ന് ചോദിക്കുമ്പോഴും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. എൻ്റെ ഫ്രണ്ട്സിനോടോ എനിക്കറിയുന്ന ഇൻഫോ പാർക്കിലുള്ള ആരോട് ചോദിച്ചാലും അവർക്കും പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്യാനൊരു ഹോസ്റ്റലോ പ്രോപ്പർട്ടിയോ ഒന്നുമില്ല. ഇത്രയും കാലം ഒരു 3 years 4 years നിന്നാൽ പോലും നമുക്ക് ആ സ്ഥലത്ത് ഈ ഒരു സംഗതി പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ദാറ്റ് മീൻസ് അതൊരു പ്രോബ്ലം ആണെന്ന് മനസ്സിലായി. സോ അപ്പം ഞാനത് എങ്ങനെയാണ് ശരിക്കും നടക്കുന്നത് നോക്കി ഞാൻ ഹോസ്റ്റലിൽ അന്വേഷിച്ചിരുന്ന സമയത്താണെങ്കിലും ഞാൻ ആ സമയത്ത് 2019 അല്ലെങ്കിൽ 18 സമയത്താണെങ്കിലും ആൾക്കാർ ചെയ്യുന്നത് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്നു, ഗൂഗിൾ മാപ്സിൽ നിന്ന് ചിലപ്പോൾ ലിസ്റ്റിങ്സ് എടുക്കും, അല്ലെങ്കിൽ OLX, ജിസ്ഡെയർ പോലെയുള്ള സാധനങ്ങളിൽ നിന്നെടുക്കും. ഇതൊക്കെ തന്നെയാണ്, അതിപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. അതാണ് ഞാൻ കണ്ട ഒരു ഗ്യാപ്പ്. അപ്പോൾ പ്രോപ്പറായിട്ട് വെരിഫൈഡ് ആയിട്ടുള്ളൊരു ഹോസ്റ്റൽ, ഞങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഹോസ്റ്റൽസും ഫോട്ടോസും റെൻറ്റും കാര്യങ്ങളും എല്ലാം വെരിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിർബന്ധം. അപ്പോൾ ഈ OLX-ലോ ജസ്റ്റ്ഡെയിലൊക്കെ ഉള്ള പോലെ നമുക്ക് ചുമ്മാ കയറിയിട്ട് അതിലൊരു ലിസ്റ്റിംഗ് ആഡ് ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു അന്നു മുതൽ ഞങ്ങൾ കീപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഫൈൻഡ് മൈ ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ പേരിടുന്നതിലടക്കം ഞാൻ അന്ന് ആലോചിച്ചത് ഭയങ്കര, ഞങ്ങൾ ഈ സ്വർഗം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പണ്ട് മുതൽ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുക,
ഏറ്റവും എളുപ്പത്തിൽ ആൾക്കാരിലേക്ക് എങ്ങനെ സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളത് മാക്സിമം നോക്കാറുണ്ട് അന്ന് മുതൽ. അപ്പോൾ പേരിടുന്ന സമയത്തും ഡൊമൈൻ തപ്പുന്ന സമയത്തും ഞാൻ ആലോചിച്ച ഇത്രേ ഉള്ളൂ, ആ പേരിൽ നിന്ന് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവണം ഇതെന്താണെന്നുള്ളത്. അപ്പോൾ കുറേ അന്വേഷിച്ച് നോക്കി ഡൊമൈൻസ് തപ്പിയപ്പോഴാണ് ഈ ഒരു സാധനം കിട്ടി. സോ ഫൈൻഡ് മൈ ഹോസ്റ്റൽ. പ്രോബ്ലം എന്താണെന്നുണ്ട്, സൊല്യൂഷൻ എന്താണെന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഒരൊറ്റ പേരിലുണ്ട്. ഞങ്ങളുടെ ഡൊമൈനാണ്, ആ ബ്രാൻഡ് നെയിം, പ്രൊഡക്റ്റ് നെയിം എല്ലാമാണ്. ആ ഒരു സാധനമാണ് നമ്മൾ സെല് ചെയ്യുന്നത്. അപ്പം യൂബറോ അല്ലെങ്കിൽ ഒലയോ കേൾക്കുമ്പോൾ അതൊരു ടാക്സി ബുക്കിംഗ് ആപ്പാണെന്ന് തോന്നില്ല. ബട്ട് മേക്ക് മൈ ട്രിപ്പ്, ബുക്ക് മൈ ഷോ എന്ന് കേൾക്കുമ്പോൾ ഒരു ഇതുണ്ട്. ആ ഒരു ഫീലിലാണ് ഈ ഒരു സാധനം ഇത് ചെയ്തത്. ആൻഡ് ദെൻ അന്ന് 2018 ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒറ്റ തോട്ടേ ഉള്ളൂ, എനിക്ക് അതൊരു സിംപ്ലി ഒരു ലിസ്റ്റിംഗ് സൈറ്റ് ഉണ്ടാക്കിയിടാൻ വലിയ ബുദ്ധിമുട്ടില്ല, കോസ്റ്റും വളരെ കുറവാണ്. എനിക്ക് മന്ത്ലി മേ ബി ഒരു 2000 സംതിങ് ഒക്കെ കൊടുത്ത് എനിക്ക് സ്പെൻഡ് വരുന്നുള്ളൂ അതൊന്ന് ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ അതിലൊരാൾ, ഒരു ഹോസ്റ്റൽ ഓണർ അതിൽ കയറി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ നിന്ന് ഒരു 100 രൂപ 150 രൂപ ഒരു മാസം വാങ്ങുക. നമ്മളാകെ ചെയ്യുന്നത് ഇപ്പോൾ ഇൻഫോ പാർക്കൊക്കെ എവിടെയാണെങ്കിൽ ഫൈൻഡ് മൈ ഹോസ്റ്റൽ എന്ന് പറയുന്ന പേര് മാത്രം മാർക്കറ്റ് ചെയ്യാം. ഇതായിരുന്നു അന്നത്തെ തോട്ട്. അപ്പോൾ അത് മാർക്കറ്റ് ചെയ്യുന്നു, ആൾക്കാർ കയറി ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് 150 രൂപ വെച്ച് കിട്ടുന്നു. അപ്പോൾ ഒരു ഏകദേശം ഒരു മാസം ഒരു 10-15,000 രൂപ വെറുതെ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് മാത്രമേ അന്ന് വിചാരിച്ചൊരു ഐഡിയ, അല്ലാതെ അതിൻ്റെ ഭയങ്കര സ്കെയിലിംഗ് വേർഷൻസിലേക്ക് അന്ന് ആലോചിച്ചിട്ടില്ല. 2019 ആയപ്പോൾ തന്നെ പിന്നെ അത് ആലോചിച്ച് തുടങ്ങി, അതിൻ്റെ സ്കെയിലിംഗ് എങ്ങനെ ആയിരിക്കണം. കാരണം ഈ പറയുന്ന സമയത്തും ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 പൈസ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനി ഇപ്പോൾ ഇരിക്കുന്ന ടൈമിലെ കേസും പറയാം, ഇപ്പോഴും ഫൈൻഡ് മൈ ഹോസ്റ്റൽ .in എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ നിന്ന് 5 പൈസ ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. കാരണം ഞങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നവർക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഹോസ്റ്റൽ നോക്കുന്നവർക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷേ അത് ആ ഒരു സാധനം ഇപ്പോൾ 1700+ പ്രോപ്പർട്ടീസ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അക്രോസ് ഇന്ത്യ. അത്രയും പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ ഇത്ര ആൾക്കാരായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തു. അതിനായിരുന്നു ഞങ്ങൾ വാല്യൂ ചെയ്തത്. ആ വാല്യൂ ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു കണക്ഷനും ആ ഒരു ക്രെഡിബിലിറ്റിയും വെച്ചിട്ടാണ് ഞങ്ങൾ ബാക്കിയുള്ള ഞങ്ങളുടെ റൂമിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് സർവീസസ് ആണെങ്കിലും ഞങ്ങൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ റവന്യൂ സ്ട്രീം. സോ ഫൈൻഡ് മൈ ഹോസ്റ്റൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ സ്റ്റാർട്ടിങ് ഈ രീതിയിൽ ഞങ്ങൾ തപ്പി നടന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും ബാക്കിയുള്ളവർ ഫേസ് ചെയ്ത ഇഷ്യൂയിൽ നിന്ന് തുടങ്ങി. പക്ഷേ അതിൻ്റെ ഒരു പ്രോപ്പർ ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ബിസിനസ് മോഡൽ റിയലൈസേഷനൊക്കെ ഫ്യൂച്ചറിലേക്കാണ് വന്നത്. ഒറ്റയടിക്ക് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുത്തതല്ല. അപ്പോൾ നമ്മൾ ഫൈൻഡ് മൈ ഹോസ്റ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ടത് റവന്യൂ ഇല്ലാത്തൊരു ബിസിനസ് റൺ ചെയ്യാന്ന് പറയുമ്പോൾ നോർമലി നമ്മളെല്ലാവരും ഇൻകം ഒന്നും ഇല്ല, പിന്നെ എന്തിനാ ഈ ഒരു സാധനം, ആ ഒരു തോട്ടല്ലേ ഫസ്റ്റ് വരിക. അതെ, റൂമിൻ്റെ ഒപ്പം തന്നെ മൈൻഡിലുണ്ടായിരുന്നു. അതെ, അതായത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, സിംപ്ലി ലിസ്റ്റിംഗ് ആപ്പ് മാത്രമായിരുന്നു. ആ ലിസ്റ്റിങ്ങിൽ തന്നെ ഞങ്ങൾ അന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ സംഗതി 2020 ആയ സമയത്തേക്ക് പ്രോപ്പറായിട്ടൊരു ആപ്പ് തന്നെ ബിൽഡ് ചെയ്യും. കാരണം അന്ന് ഞങ്ങൾ വേർഡ് പ്രസ്സിലൊക്കെ ഒരു പ്ലഗിൻസും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ചുമ്മാ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ചെയ്തതാണ്. പക്ഷെ അന്ന് ഞാൻ SEOയുടെ കുറച്ച് ചെറിയ കാര്യം മാത്രം ചെയ്തിട്ടുള്ളൂ. പിന്നെ അനലിറ്റിക്സും ഓൺ ചെയ്തിട്ടിരുന്നു. ഈവൻ ഞാൻ ആ സാധനം നോക്കാനേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 2-3 months കഴിഞ്ഞിട്ട് വെറുതെ ചെക്ക് ചെയ്ത് നോക്കി. ഞാൻ മറ്റേ ആഡ് റൺ ചെയ്യുന്നില്ല, ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റിൽ അതിലൊരു മാസം എങ്ങനെ പോയാലും ഒരു 10-30 പേര് കയറുന്നുണ്ട് ആ സൈറ്റിൽ. ആകെ കുറച്ച് പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്ത് ഒരു 5-10 പ്രോപ്പർട്ടീസ്. അതായത് അതിലാളെത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സെർച്ച് ചെയ്തിട്ട് അതിലെത്തുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മറ്റേ മെസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ലോണ്ട്രി ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഇത്രയും ഇതിൽ നിന്ന് നമുക്ക് അറിയാം എവിടെയൊക്കെയാണ് ഹോസ്റ്റൽസിൽ ഫുഡ് ഇല്ലാത്തത് അല്ലെങ്കിൽ ലോണ്ട്രി വേണ്ടി വരുന്ന സൈറ്റ്. ഇത് മാത്രം കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കമ്മീഷൻ വാങ്ങാം. ഇതൊക്കെയായിരുന്നു അന്ന് ആലോചിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റവന്യൂ ഇല്ല എന്ന് പറയുമ്പോഴും നമ്മളുടെ ലോങ് ടേമിലേക്ക് ഞങ്ങൾ ആലോചിച്ച കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ഇത് സ്റ്റേബിൾ ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് നമ്മൾ റവന്യൂ ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ റവന്യൂ കിട്ടുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അവരോട് കീപ്പ് ചെയ്യേണ്ടി, അവരുടെ പ്രോമിസസ് കീപ്പ് ചെയ്യണം, കുറേ ക്വാളിറ്റി കീപ്പ് ചെയ്യാനുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രീ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഈവൻ ഇഫ് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും പ്രശ്നമില്ല, അതൊരു ബാക്കപ്പ് സൈഡാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റവന്യൂ പ്രോപ്പറായിട്ട് നമുക്കത് ഉറപ്പുള്ളൊരു സാധനം, ഒരു സ്റ്റേബിൾ ഒരു ബേസ് ഉണ്ടാക്കുന്നത് വരെ നമുക്ക് റവന്യൂ കീപ്പ് ചെയ്യാം, മീൻസ് എടുക്കാതിരിക്കുക.
എന്നിട്ട് നമ്മളുടെ പേര് ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന പരിപാടിയായിരുന്നു നമ്മൾ ഇനീഷ്യലി ഓൺവേർഡ്സ് ചെയ്തത്. സോ ആൾക്കാർക്ക് അത് യൂസായി തുടങ്ങി, ഓണേഴ്സിന് അത് ആവശ്യമുണ്ടെന്ന് തുടങ്ങി. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഈ പറഞ്ഞ വെൻഡേഴ്സിനെ കണക്ട് ചെയ്യണമെങ്കിൽ അതിനൊരു ആപ്പ് വേണം. അതുപോലെ തന്നെ അന്ന് സംസാരിച്ച് വന്നപ്പോൾ പല ഓണേഴ്സിൻ്റെയും പ്രശ്നമായിരുന്നു, ഇത് ഓൺബോർഡ് ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്ത് അവർക്കത് ഗൂഗിളോ മറ്റുള്ളതൊക്കെ വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ പിന്നെയും യൂസ് ചെയ്യാം. പക്ഷേ അതിനേക്കാളും വലിയൊരു ആവശ്യമായിരുന്നു ഈ റെൻ്റുകൾ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നത്. പിന്നെ പല സ്ഥലത്തും പോലീസ് കേസസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരുടെ KYC മാനേജ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ്. ഇപ്പം ഫൈൻഡ് മൈ ഹോസ്റ്റൽ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഓണേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുന്ന കാര്യം തന്നെ ഇത്രയേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ഹോസ്റ്റൽ ഓണർക്ക് കോൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗൂഗിൾ മാപ്പിൽ ഇതിലേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊച്ചി പോലുള്ള സ്ഥലത്താണെങ്കിൽ ഒരു ദിവസം മിനിമം 10-30 കോൾസ് വരും. ആ 30 കോൾസിൽ ഓരോ കോൾസിൻ്റെയും ഞങ്ങളന്ന് നോക്കി ആവറേജ് കോൾ ടൈം എന്ന് പറയുന്നത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ ഉണ്ട്. ഈ 15 മിനിറ്റിൽ അവർ ചോദിക്കുന്നത് കുറേ ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും, റെൻറ്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് ചിലപ്പോൾ സ്ഥലം കറക്റ്റ് ചോദിക്കുന്നത്. അപ്പോഴാണ് ഈ വരുന്നവനും മനസ്സിലാവുന്നത് അവൻ്റെ ഇതിൻ്റെ അടുത്തല്ല, കാര്യമില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ചുമ്മാ അവിടുത്തെ റെൻ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇയാളുടെ ഒരുപാട് സമയം അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ടെനൻറ്റിൻ്റെയും കേസ്. അവർ വിളിച്ച് കുറേ ഓണേഴ്സിനെ വിളിച്ച് അവർക്ക് വേണ്ട അമ്യൂണിറ്റീസ് അവിടെ ഉണ്ടോ, ഏത് ലൊക്കേഷനാണ് എക്സാക്ട്, ഇതെല്ലാം അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എലിമിനേറ്റ് ചെയ്യുക. സോ വിളിക്കുന്ന ഓണറിനാണെങ്കിലും ഈ ടെനൻറ്റിനാണെങ്കിലും ഏറ്റവും മാക്സിമം കുറഞ്ഞ സമയത്ത് ഈ സാധനങ്ങൾ നടക്കുക. അപ്പോൾ മാക്സിമം സാധനങ്ങൾ ഡീറ്റെയിൽസ് ഞങ്ങളെ പേജിൽ തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഇത് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായ ഇഷ്യൂ ആണ്, ഓണേഴ്സ് ഇത് റൺ ചെയ്യുമ്പോൾ ആസ് എ ബിസിനസ് മാൻ എനിക്കും അതറിയാം, ആ റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ. അങ്ങനെയാണ് റൂമിൻഡോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഞങ്ങൾ കുറച്ചുകൂടെ വലിയ രീതിയിലേക്ക് കൊണ്ടുവന്നത്. സോ ആ ഒരു റൂമിൻഡോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സിനൊരു ആപ്പുണ്ട്, ടെനൻറ്റിനൊരു ആപ്പുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ മറ്റേ ചെക്ക് ഇൻ മുതൽ ചെക്ക് ഔട്ട് വരെയുള്ള എൻ്റയർ സാധനങ്ങൾ അതിൽ ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു കുട്ടി എന്തെങ്കിലും ഒരു പ്രശ്നം കാണിച്ച് ഇറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക, അപ്പോൾ അവനെ വിളിച്ച് കിട്ടണമെങ്കിൽ അവനെ ഫോൺ വിളിച്ചാൽ കിട്ടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി, ആദ്യം അറിയേണ്ടത് അവൻ്റെ റൂംമേറ്റ് ആരാണ്, അവനെ ആയിരിക്കും കൂടുതലും വിളിക്കേണ്ടി വരുന്നത്. അതാരാണെന്ന് തപ്പിയെടുക്കാൻ വേണ്ടി മാത്രം 1/4 മണിക്കൂർ പോകും. ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് ഏതാണ് അയാളുടെ റൂംമേറ്റ്സ് ആരൊക്കെയാണ്, ഈവൻ എന്നാ ജോയിൻ ചെയ്തത്, അവൻ്റെ വീട്ടുകാരുടെ നമ്പർ ഏത്, അല്ലെങ്കിൽ ആധാർ കാർഡ് എന്താണെന്നുള്ളതൊക്കെ ഓരോരോ 2-3 ക്ലിക്സിൽ കിട്ടും. സോ ഈ ഒരു കാര്യം. പിന്നെ അതുപോലെ ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ്റെ ബില്ല് എത്ര പേയ്മെൻറ്റ് പെൻഡിങ് ഉണ്ട്. ബിക്കോസ് ഇപ്പം നമ്മളൊരു ഹോസ്റ്റൽ റൺ ചെയ്യുമ്പോൾ ഒരു 80% ഒക്കെ ആകുമ്പോൾ ഒരു ബ്രേക്ക് ഇവനിൽ പോകും, അല്ലെങ്കിൽ 60%, 70% ഒക്കെ ആയിട്ടും ബ്രേക്ക് ഇവനിലൊക്കെ ഓടുന്നവരുണ്ടാവും. മോസ്റ്റ്ലി അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള സ്പേസിൽ 90%-ലൊക്കെയാണ് ഫില്ല് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവർ ലാഭത്തിലാണ്. സോ ദേ ഡോണ്ട് കെയർ. പക്ഷേ ഈ ബാക്കിയുള്ള 10% കൂടെ അവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പ്രോഫിറ്റ് അവർക്ക് കയറുന്നത്. അതവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള പല സമയത്തിൻ്റെ പ്രശ്നങ്ങളും കൊണ്ടാണ് അവരത് നിർത്തിയിട്ടുള്ളത്. ഈ 10% ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലീഡ് ജനറേഷന് വേണ്ടി findmyhostel.in ഉണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അവർക്ക് റൂമിൻഡോ എന്ന് പറയുന്ന സാസ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ഹോസ്റ്റൽസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഇവർക്ക് സ്കെയിലിങ്ങിൽ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം സ്റ്റാഫിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള വെൻഡേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇഷ്യൂസ്, അതിന് നമ്മളുടെ തേർഡ് സർവീസ് സെഗ്മെൻ്റ് ഉണ്ട്, പ്രോപ്പർട്ടി മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ള സർവീസസ് ആൻഡ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ 3ാമത്തെ സെഗ്മെൻറ്റ്. സോ ഇവർക്ക് 1 by 1 ആയിട്ട് ട്രൈ ഔട്ട് ചെയ്യാം. അതാണ് ഫൈൻഡ് മൈ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പൊസിഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഫൈൻഡ് മൈ ഹോസ്റ്റൽ എന്ന് പറയുന്ന സാധനം ഫ്രീ ആയിട്ട് അവർക്ക് ട്രൈ ഔട്ട് ചെയ്ത് ലീഡ്സ് വരുന്നുണ്ടോ എന്ന് നോക്കി, ഞങ്ങൾ വാല്യുബിൾ ആണോ എന്ന് നോക്കി, ആൻഡ് ദെൻ റൂമിൻഡോ യൂസ് ചെയ്ത് ആൻഡ് ദെൻ സ്കെയിലിംഗ് പാർട്ടിലേക്ക് വരെ പോകാനുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അതിൽ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IoT റിലേറ്റഡ് സാധനങ്ങളാണ്. അപ്പോൾ ഒരു ഹോസ്റ്റലിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഒന്ന് ഈ പറഞ്ഞ റെൻറ്റ് കളക്ഷൻ, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി വേസ്റ്റേജാണ്. അത് നമുക്ക് 2 രീതിയിലായിരിക്കും. ഒന്ന് നഷ്ടമാണ് കാശിന്, 2 എന്ന് പറഞ്ഞാൽ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ അത് ചെയ്യാൻ പാടില്ല. ബട്ട് കുട്ടികളെയും കുറ്റം പറയാൻ പറ്റില്ല. ഒരുത്തൻ ഇട്ട് വെച്ചിട്ട് മറ്റവൻ അവിടെ ഉണ്ടാവും എന്നുള്ള ഇതിൽ അവൻ ഇറങ്ങിപ്പോവും. മറ്റവൻ വിചാരിക്കുന്നത് ഇവനെല്ലാം ഇട്ട് വെച്ചതെന്നുള്ള ഇവനെ ഇറങ്ങിപ്പോവും. ആ ലൈറ്റ് അവിടെ വെറുതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ AC കൊടുക്കുന്ന റൂംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഇട്ട് വെച്ച് അവർ ഓഫീസിലേക്ക് അറിയാതെ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ
കോഴ്സിന് പോയി ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ നൈറ്റ് വരെ അത് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വാർഡന്മാർക്കും പല സമയത്ത് പറ്റില്ല. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഇവർക്ക് അലേർട്ട് വരുന്ന രീതിയിലുള്ള ഡിവൈസസ് നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബയോമെട്രിക്സ് ആക്സസ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പലരും അത് ചെയ്യാതിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അതിൻ്റെ കോസ്റ്റും ഇംപ്ലിമെൻറ്റേഷനിലുള്ള ബുദ്ധിമുട്ടുകൾ, സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ. ഇവരൊന്നും ഹോട്ടൽസ് അല്ലല്ലോ റൺ ചെയ്യുന്നത്, അതിനെക്കൊണ്ടുള്ള പ്രശ്നമാണ്. സോ ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മളെ റൂമിൻ്റെ യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ സ്മാർട്ട് ക്യാമറാസ്, അതായത് ചുമ്മാ ഒരു CCTV വെച്ച് റെക്കോർഡ് ചെയ്യുന്നത് മാത്രമല്ല, അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അത് അറിയിക്കുന്ന രീതിയിലുള്ളതെല്ലാം നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രേഷൻസാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാക്കേജസ് ആക്സിൻ ഇപ്പോൾ ഒരു ലിസ്റ്റിംഗ് ആപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും സിമ്പിളായിട്ട് പറ്റും. എസ്പെഷ്യലി ഇപ്പോൾ ഈ AI ആപ്സ് അടക്കം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞ ചില ഐഡിയാസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരുത്തന്നെ 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടൂൾസ് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇത് എങ്ങനെ എവിടെയൊക്കെ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആരെടുത്ത് ഇത് കൊണ്ടുപോകണം, ഈ ഒരു സമയമാണ് ഞങ്ങൾ ഇപ്പം നേരത്തെ ചോദിച്ച ഈ റവന്യൂ ഇല്ലാതെയും ഇത്രയും കാലം എന്തിനു ഓടി എന്നുള്ളതിനുള്ള മറുപടി. കാരണം നമ്മൾ ബിൽഡ് ചെയ്യൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഐഡിയാസിനാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഡെയിലി രാവിലെ എഴുന്നേൽക്കുന്ന ഒരു 10 ഐഡിയാസ് കൊണ്ടാണ്. സോ ഐഡിയാസ് പ്രശ്നമല്ല, ബിൽഡ് ചെയ്യുന്നത് പ്രശ്നമല്ല, എക്സിക്യൂഷൻ സൈഡ്, അല്ലെങ്കിൽ അത് ആർക്ക് വേണം. PMF എന്ന് പറയുന്ന സാധനം ഏത് മാർക്കറ്റിൽ കൊണ്ടുപോകണം, ആർക്ക് കൊടുക്കണം, അതെങ്ങനെ കൊടുക്കണം, ഇങ്ങനെയുള്ളൊരു സാധനമുണ്ട്. അത് എക്സ്പീരിയൻസിലൂടെയും കമ്മ്യൂണിക്കേഷൻസിലൂടെയും മാത്രമേ കിട്ടുള്ളൂ. അത് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു ലാസ്റ്റ് ഒരു 5 years ഫൈൻ മൈ ഹോസ്റ്റലിൽ സ്പെൻഡ് ചെയ്ത ക്യാഷ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യം. ഇപ്പം ഞങ്ങൾക്ക് അറിയാം ഇത് ഏത് സാധനം എവിടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ ടെക്നിക്കൽ സൈഡിൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഇനി ഈ ടെക്നിക്കൽ നോളജ് മാത്രം പോരല്ലേ, ഈ പറഞ്ഞതുപോലെ കണക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ബിസിനസ് മാനേജ്മെൻറ്റ് സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫൈനാൻഷ്യൽ സൈഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്കിൽസൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? പയ്യെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തതാണോ? ഇതിൽ പലതിലും ഇപ്പോഴും എനിക്ക് സ്കില്ലൊന്നുമില്ല. അതിലുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ആ സ്കില്ലുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ നമ്മളെ സ്വർഗമാണെന്നുണ്ടെങ്കിലും ഫൈൻ മൈ ഹോസ്റ്റലാണെന്നുണ്ടെങ്കിലും അതല്ലാതെ ഞാൻ ചെയ്യുന്ന വേറെ 1-2 മറ്റേ നമ്മളെ സോഷ്യൽ പ്രോഗ്രാംസ് കാര്യങ്ങൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതിലെല്ലാം ടീമാണ് മെയിൻ, എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെന്നുള്ള. അപ്പം ഞാനൊരാളല്ല ആക്ച്വലി. ഇപ്പോൾ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫൈൻ മൈ ഹോസ്റ്റലിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോഴും എൻ്റെ കൂടെ അവരുണ്ടായിരുന്നതുകൊണ്ട്, കാരണം ഞാനും എൻ്റെ കോഫൗണ്ടർ ഞങ്ങൾ 2 പേരും ടെക്കിൽ സൗണ്ടാണ്. ഇതിൽ തന്നെ ഞാൻ കുറച്ച് കൂടുതൽ സോഷ്യലി കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അവന് അത്രത്തോളം താല്പര്യമില്ലാത്ത ഒരാളാണ്. അവന് ഭയങ്കര ക്ലോസ്ലി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നല്ല കുറേ കണക്ഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പല ആളുകളുമായിട്ടും നല്ല രീതിയിൽ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. സോ ആ ഒരു സൈഡ് ഞാൻ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത് കൊടുക്കും എൻ്റെ കമ്പനിക്ക് വേണ്ടി. അവൻ്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ഇരുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ടെക്കിൽ എന്നെക്കാളും നല്ല രീതിയിൽ സൗണ്ടാണ്. ഓൾസോ ഹീസ് ഡൂയിങ് ദ ഫിനാൻഷ്യൽ പാർട്ട്. പിന്നെ എൻ്റെ വേറൊരു കോഫൗണ്ടർ ഉണ്ട്, അവൻ ഓപ്പറേഷൻസ് ആൻഡ് സെയിൽസ് ഈസ് റിയലി ഗുഡ് ഇൻ ഇറ്റ്. അപ്പോൾ ആ ഒരു പാർട്ട് എൻ്റെ അവൻ നോക്കുന്നു. ഇപ്പോൾ സ്വർഗം അല്ലെങ്കിൽ അർബനൊക്കെ പറയുമ്പോൾ അത് വേറൊരു ടീം തന്നെയാണ് ആക്ച്വലി ഞങ്ങളുടെ. അപ്പോൾ ആ ടീമിൽ ഒരാളാണ് സ്വർഗം റൺ ചെയ്യുന്നത്, അർബൻ ഫോറസ്റ്റ് വേറെ ആളാണ് റൺ ചെയ്യുന്നത്. ഞങ്ങളുടെ പുതിയൊരു പ്രൊജക്റ്റ് ഇപ്പോൾ ആക്ച്വലി എടപ്പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഇതിലൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം ടീമായിട്ടാണ്. പക്ഷേ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വീക്ക്ലി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ഡേറ്റ് ചെയ്യും. എന്തെങ്കിലും കീ ഡിസിഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അതിൽ ടേക്ക് പാർട്ട് ചെയ്യും. പക്ഷേ ഡെയിലി ഓപ്പറേഷൻസിൽ എല്ലാവരും ടേക്ക് പാർട്ട് ചെയ്യില്ല. അപ്പം ഫിനാൻഷ്യൽ സാധനത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കയറിയിട്ട് അവരോട് ചോദിക്കില്ല ഇതെന്തിനാണ് കൊടുത്തത്, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ വന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഓഫീസിലെയോ മറ്റുള്ള എൻ്റെ ഡ്യൂട്ടിയിൽ വരുന്ന സാധനത്തിൽ അവരും കയറിയിട്ട് അഭിപ്രായം പറയില്ല. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്താണോ ആ സാധനം ഞാൻ വൃത്തിക്ക് ചെയ്യുന്നു. ഫിനാൻഷ്യൽ സൈഡിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്പനി ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാം, ഐഡിയ ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും സ്റ്റാർട്ടപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും വലിയ റേഷ്യോയിൽ ക്ലോസ് ചെയ്തു പോകുന്നത്. കാരണം ബിസിനസ് റൺ ചെയ്യുക എന്ന് പറയുന്നത് പ്രൊഡക്റ്റിലല്ല കാര്യമിരിക്കുന്നത്, അത് സെർവ് ചെയ്യുന്നതിലും. സെർവ് ചെയ്ത് കാശും ഉണ്ടാക്കാൻ പറ്റും എളുപ്പത്തിൽ. കാശ് കിട്ടിക്കഴിഞ്ഞിട്ട് അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ പറഞ്ഞ പോലെ 5 കൊല്ലമായി പ്രോപ്പറായിട്ട്, 5-6ാമത്തെ വർഷമായി പ്രോപ്പറായിട്ട് ഫൈൻ മൈ ഹോസ്റ്റൽ റൺ ചെയ്തത്. ഞാൻ പറഞ്ഞ 3 years ഞങ്ങൾ ഒരു രീതിയിലും റവന്യൂ ഇല്ലാതെ തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ അതിൽ കാശ് ഇടുന്നുണ്ട്. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആണ്.
ബട്ട് ഞങ്ങൾ അതിൽ നിന്ന് എടുക്കുന്ന കാശ് വളരെ ചെറിയൊരു എമൗണ്ടാണ്. അതായത് ഞങ്ങൾക്ക് മന്ത്ലി സർവൈവ് ചെയ്യാനുള്ളൊരു സാലറിയാണ് എടുക്കുന്നുള്ളൂ സ്റ്റിൽ. കാരണം ലാസ്റ്റ് ഇയറിലും ഞങ്ങളത് നല്ല ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊല്ലത്ത് നോക്കുമ്പോൾ ഒരു 400% ഗ്രോത്ത് വന്നിട്ടുണ്ട് റവന്യൂ സൈഡ്. പക്ഷെ ഞങ്ങൾ അതിൽ നിന്ന് എടുക്കാറില്ല. വേറെ ഒന്നുമല്ല, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് റൺവേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അന്ന് ആ മാസം എത്രയാണോ ചിലവ് അത് ഞങ്ങൾ മറ്റുള്ളവരുടെ കാശ് വർക്ക് ചെയ്തിട്ട് അതിലേക്ക് പുട്ടിൻ ചെയ്യുന്നു. ഇപ്പോഴത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റവന്യൂ വന്നു തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് അറിയാം ഇത്ര മാസത്തേക്കുള്ള റൺവേ, ഒരു 6 to 8 months റൺവേ ഞങ്ങളവിടെ കീപ്പ് ചെയ്തിട്ട് വേണം എല്ലാ മാസം ഈ മാസം ഞങ്ങളുടെ എല്ലാ ക്ലയൻസും നിൽക്കും എന്നുള്ള ആ ഒറ്റ കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ഇപ്പോഴും റൺ ചെയ്യുന്നത്. അത് തന്നെ ആയിരിക്കണം എല്ലാ കമ്പനീസിൻ്റെയും മെയിൻ ഒരു സാധനം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓടി കിട്ടും, അല്ലെങ്കിൽ ലോൺ കാര്യങ്ങളെല്ലാം കിട്ടും. അതൊക്കെ ആവശ്യമുള്ള സമയത്ത് എടുക്കാം. ബട്ട് മെയിൻ തിങ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും റൺവേ കീപ്പ് ചെയ്യണം. ₹1 നമ്മളൊരു സാധനത്തിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൗ മച്ച് വാല്യൂ ഡസ് ഇറ്റ് ബ്രിങ് എന്നുള്ളൊരു സാധനം കൂടെ നോക്കുക. ഇതെല്ലാം ഞങ്ങൾ ഓൺ ദ വേ ഞങ്ങളുടെ ഈ ഒരു പാത്തിൻ്റെ ഇടയിൽ പഠിച്ചതാണ്. സോ ഓരോന്നിനും പണി അറിയുന്ന ഓരോരുത്തരാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. എനിക്ക് എല്ലാ പണിയും അറിയില്ല. എനിക്ക് അറിയുന്ന സാധനങ്ങൾ ഞാൻ കുറച്ച് ഇൻവോൾവ് ആവും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും നാളത്തെ ജേണിയായി മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ചെയ്തതിലൊരു വലിയ മിസ്റ്റേക്കായിട്ട് ഓക്കെ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനി വരുന്നവർ ഇത് റിപ്പീറ്റ് ചെയ്യരുത് എന്ന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഡെഫിനറ്റ്ലി ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഞങ്ങളത് ബാധിച്ചിട്ടില്ല. കറക്റ്റ് ടൈമിൽ ഞങ്ങളതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പറഞ്ഞ ഫിനാൻഷ്യലി ഈ സാധനങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഇപ്പം ലീഗൽ സൈഡ്, ആ സൈഡ് നമ്മൾ ആദ്യം നോക്കണം. ലീഗൽ ആൻഡ് കംപ്ലയൻസസ് പോലെയുള്ള കുറേ ഫയലിംഗ് സാധനങ്ങളൊക്കെ ഉണ്ട്. കമ്പനി തുടങ്ങാനും പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും വിൽക്കാനും എളുപ്പമാണ്. പക്ഷെ ഫസ്റ്റ് ക്ലയൻറ്റിന് കൊടുക്കുന്ന സമയം മോൺവേർഡ്സ് തന്നെ നമ്മളത് ബോധേഡായിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ അതിൽ വലിയ ബുദ്ധിമുട്ട് വന്നില്ല. പക്ഷെ ബുദ്ധിമുട്ട് വരേണ്ട കുറേ കാരണങ്ങളുണ്ടായിരുന്നു. പല സമയത്തും ഞങ്ങൾ പല ലീഗൽ ഇതിലേക്ക്, അതായത് പ്രൊസീഡിങ്സിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അന്ന് ഈ ഫയലിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പേപ്പേഴ്സ് അന്ന് പ്രിപ്പയർ ചെയ്തിരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ വന്നു. പക്ഷെ പല കമ്പനീസും ബോധേഡ് ആവാത്ത സാധനം അതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ട്രേഡ് മാർക്ക് പോലത്തെ. പേരിടും, നല്ലൊരു പേര് നോക്കിയിട്ട് പേരിടും, ചിലപ്പം ഡൊമൈനോ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാലൊക്കെ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഒന്ന് സ്കെയിലായി വരുമ്പോഴായിരിക്കുള്ളൂ ഈ പേരിനുള്ള ട്രേഡ് മാർക്ക് ഇഷ്യൂസ് പലരും കാണുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ലീഗൽ സൈഡിൽ ഞങ്ങൾ ചില സാധനങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണമായിരുന്നു എന്ന് തോന്നാറുണ്ട്. ബട്ട് ടിൽ നൗ ഞങ്ങളതിൽ അത്യാവശ്യം പിടിച്ചു പോയത് കൊണ്ട് പ്രശ്നമില്ല. കാരണം ഞാൻ തുറന്നു പറയാം, അതായത് ഒരു 2-3 പ്രാവശ്യം പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ പോലും കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ പേപ്പർ വർക്ക്സ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടെ ആളുണ്ടായിരുന്നു എന്നുള്ളതിനെ കൊണ്ട് മാത്രമാണ് അത് പിടിച്ചു നിന്ന് പോയിട്ടില്ല. കാരണം അങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ പലരും വീണു പോകും. ഈ ഫിനാൻഷ്യൽ ഇഷ്യൂ പോലെ തന്നെയുള്ള മെയിൻ സാധനമാണ് ഈ പറഞ്ഞ ലീഗൽ അല്ലെങ്കിൽ കംപ്ലയൻസസ് സൈഡ്. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഷിയാസ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബിസിനസ്സൊക്കെ റൺ ചെയ്തു പോകുന്ന ഒരാളാണ്. പക്ഷെ സ്റ്റാർട്ട് ചെയ്തൊരു ജേണി ഉണ്ടാവുമല്ലോ, അതായത് നല്ല സ്ട്രഗിൾസ് ഒക്കെ വന്നിട്ട് ഓക്കെ ഇനി ഇത് മുമ്പോട്ട് പോകണോ, അല്ലെങ്കിൽ ഒരു സെൽഫ് ഡൗട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ എപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടോ? സെൽഫ് ഡൗട്ട് ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അപ്പം പുറത്തുള്ളവർ കാണുമ്പോൾ സക്സസ്ഫുൾ എന്ന് പറയുന്നത്, അതിൽ സക്സസ്ഫുൾ ആയിട്ടില്ല. കാരണം ഞാനിപ്പോൾ ഇത്രയും ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഓക്കെയാണ്, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ എത്രത്തോളം സ്ട്രഗിൾസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എനിക്കും എൻ്റെ പാർട്ട്നേഴ്സിനും അറിയാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോർ ടീമിനും അറിയാം അത് നല്ല രീതിയിൽ. അപ്പോൾ ഈവൻ ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത്. അത് എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു കേസായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ വർക്ക് ചെയ്ത് എൻ്റെ ഓഫീസുള്ളത് സ്റ്റാർട്ടപ്പ് മിഷനിലാണ്, ഫൈൻമൈ ഹോസ്റ്റലിൽ. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫൗണ്ടേഴ്സിനെ തന്നെയാണ്. അതിൽ ഇതുപോലെ ഭയങ്കരമായിട്ട് ഹെഡ്ലൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് അവിടെയുണ്ട്. അപ്പം നമ്മൾ കാണുമ്പോൾ ഇപ്പം 3 CR അല്ലെങ്കിൽ 100 CR വാല്യുവേഷൻ, അങ്ങനെ പല പല നമ്പേഴ്സും അവിടെ കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ പുറകിൽ ഇപ്പോൾ പറയുന്ന പോലെ പേപ്പേഴ്സിൽ 100 CR വാല്യുവേഷൻ കണ്ടാലും അവരുടെ പോക്കറ്റിലോ സേവിങ്സോ എത്ര ഉണ്ടാവും എന്നുള്ളൊരു കേസ് ഉണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് കാശ് മാത്രം ആവണമെന്നില്ല പ്രശ്നം. നമുക്ക് ചില ചെറിയ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ
ആ സമയത്ത് നമ്മുടെ മൈൻഡ് ഭയങ്കര പീസ്ഫുൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഫാമിലിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഇതൊക്കെ ഇൻ ബിറ്റ്വീൻ പല സമയത്തും വരാറുണ്ട്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾ തമ്മിൽ തന്നെ സംസാരിക്കുമ്പോൾ പറയാറുള്ളതാണ്, നമുക്കിതല്ലാതെ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, ഇതിങ്ങനെയാണ് ആൻഡ് വി ഷുഡ് ഫേസ് ഇറ്റ്. നേരത്തെ പറഞ്ഞ പോലെ വി ആർ മെയ്ഡ് ഫോർ ഇറ്റ് എന്നുള്ളൊരു സാധനം. കാരണം ഇതല്ലാതെ ഇരുന്ന് കഴിഞ്ഞാലും എന്തായാലും വർക്ക് ചെയ്തിട്ടൊരു സ്ഥലത്തിരുന്ന് ജോബ് ചെയ്ത് പോകാൻ പോകുന്നില്ല, എന്തായാലും നടക്കാൻ പോകുന്നില്ല. സോ ഉള്ള കാലത്ത് മാക്സിമം ഓടുക, പറ്റുന്നിടത്തോളം ഓടാൻ പറ്റുന്ന കാലം മാക്സിമം ഓടുക, എന്നിട്ട് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു തോട്ട്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനിലാണ് ഓഫീസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം എങ്ങനെയാണ്? സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ? ആക്ച്വലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഓൺവേർഡ്സ് എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തന്നെയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്നുള്ളത്. കാരണം ഞങ്ങൾ 2018 അന്നൊന്നും ഞങ്ങൾ സീരിയസ് ആയിട്ട് നോക്കില്ല. 2020 കൊറോണയുടെ ടൈമിലാണ് ഞാനും ഹൻസലും ഡിസൈഡ് ചെയ്ത് നമുക്ക് ഫൈൻമി ഹോസ്റ്റലിൽ മൊത്തം പൊളിച്ച് പുതിയൊരു ആപ്പായിട്ട് ചെയ്യാം. അന്ന് ഞങ്ങൾ 2 പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ പ്രൊഡക്റ്റും ഇതും ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ രണ്ടും ഞങ്ങൾ മാർക്കറ്റിൽ ചെറിയ രീതിയിൽ റൺ ചെയ്ത് നോക്കി. ആൻഡ് ദെൻ വി തോട്ട് ഇതിനാണ് ഫൈൻമി ഹോസ്റ്റലിന് തന്നെയാണ് ഒരു ഫ്യൂച്ചർ ഉള്ളത്. ആൻഡ് ദെൻ വി ഫോക്കസ്ഡ് ഓൺ ഇറ്റ്. അപ്പോൾ ആ ഒരു സമയമായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇനി എന്തായാലും ഒരു സ്പേസ് കാര്യങ്ങൾ എടുക്കാം. കാരണം കൊറോണയുടെ ടൈമിൽ എൻ്റർലി നമ്മൾ വർക്ക് ഫ്രം ഹോം ആണ്. ഞങ്ങളുടെ കൂടെ അന്ന് ഒരൊറ്റ ആളുള്ളൂ വർക്ക് ചെയ്യാൻ വേണ്ടി, ഒരു സ്റ്റാഫ് എന്ന് പറയാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ കൂടെ അന്ന് മുതൽ ഞങ്ങളുടെ ഐഡിയയിൽ എന്തോ ഒരു ട്രസ്റ്റിൻ്റെ പുറത്തുള്ളവനാണ്. അവനിപ്പോഴും കൂടെയുണ്ട്. അപ്പോൾ അന്ന് അവൻ വന്നപ്പോഴും അവനും വർക്ക് ഫ്രം ഹോം എടുത്ത് ശീലിച്ച് എക്സ്പീരിയൻസ് ഉള്ളൊരുത്തനാണ്. നല്ല ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വർക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് കൂടി ഞങ്ങൾ വിചാരിച്ചു സ്റ്റാർട്ടപ്പ് മിഷനിൽ ഒരു സ്പേസ് എടുക്കാമെന്നുള്ളത്. അത് ചുമ്മാ ഒരു ഇരിക്കാനൊരു സ്പേസും ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സ്പേസ് എടുത്തത്. പക്ഷെ അവിടെ ചെന്നത് മുതൽ ആ ഒരു എക്കോസിസ്റ്റം തരുന്നൊരു കുറേ കാര്യങ്ങളുണ്ട്. ഡെയിലി നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് കയറുമ്പോൾ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ പലതരം ഫൗണ്ടേഴ്സിനെയാണ് കാണുന്നത്. ഞാൻ അന്ന് സ്ട്രഗിൾ ചെയ്യുന്നൊരു സാധനം ചിലപ്പോൾ ഒരു 2 പേരോട് സംസാരിക്കുമ്പോൾ അവർ ഈതർ മുമ്പ് സ്ട്രഗിൾ ചെയ്തിട്ട് അവർ സോൾവ് ചെയ്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ അവർക്കറിയാം ഇതിനാരെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന്. അതിന് പറ്റിയൊരു എക്കോസിസ്റ്റം അവിടെ ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് ഓൺ ദ ഫിനാൻഷ്യൽ സൈഡ് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു 7 lakhs ഗ്രാൻഡ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് തന്ന സ്റ്റാർട്ടപ്പ് മിഷൻ ത്രൂ തന്നെയാണ്. ആൻഡ് ഇപ്പോൾ ഒരു 8 lakhs ഞങ്ങൾക്ക് അപ്രൂവ് ആയിട്ടുണ്ട്. സോ അത് ഗ്രാൻഡാണ്, നമ്മൾ റീപേയ്മെൻറ്റ് ഇല്ല. അത് കൂടാതെ ഫണ്ടിങ് കാര്യങ്ങൾ വരുന്നതോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട. ഞങ്ങൾ ദുബായിൽ 2 പ്രാവശ്യം കമ്പനിയുടെ പർപ്പസിന് വേണ്ടി പല ജൈടെക്സിൽ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് പോയിട്ടുണ്ട് സ്റ്റാർട്ടപ്സ് എന്നുള്ള രീതിയിൽ. അതിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് സ്റ്റാർട്ടപ്പ് മിഷൻ തന്നിട്ടുള്ളത്. എൻ്റെ അവിടുത്തെ ആളുകളാണെന്നുണ്ടെങ്കിലും ആസ് ഓഫ് നൗ നല്ല രീതിയിൽ അവിടുന്ന് സപ്പോർട്ട് വരുന്നുണ്ട്. ബട്ട് അവർക്കും കുറേ കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റാത്ത കുറേ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് മിഷനെ കൊണ്ട് കാര്യമില്ലാന്ന് എന്നോട് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഐഡിയനോട് അവരിങ്ങനെ പുച്ഛിച്ചു. അത് എനിക്ക് ഒറ്റ കാര്യം അതിൽ പറയാനുള്ളൂ, അവരുടെ പണിയല്ല, സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പണിയല്ല നമ്മുടെ പ്രൊഡക്റ്റിനെ എടുത്തിട്ട് ആൾക്കാരിലേക്ക് സെല്ല് ചെയ്ത് തരലും അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ പൊസിഷൻ ചെയ്ത് തരും. അത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യേണ്ട പണി നമ്മുടെ തന്നെയാണ്. അതിൻ്റെ കൂടെ വേണ്ട സപ്പോർട്ട് അവർ ചെയ്തു തരാൻ പറ്റുന്നത് ചെയ്തു തരും. അവർക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്നോട് പുച്ഛിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നതാണ്. സ്വന്തം മക്കളിൽ വിശ്വാസമില്ലാത്ത പാരൻസ് ഇല്ല, പക്ഷെ അവരത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പ്രൊഡക്റ്റിൽ പുറത്തുള്ള ഒരാൾ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് അത്രത്തോളം ധൈര്യം ഉണ്ട് അല്ലെങ്കിൽ ആ സർവീസിന് വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ബിൽഡ് ചെയ്ത് അത് സക്സസ് ആക്കി കാണിക്കേണ്ടത് നമ്മുടെ പണി തന്നെയാണ്. അല്ലാണ്ട് സ്റ്റാർട്ടപ്പ് മിഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെൻറ് എൻറ്റിറ്റിയുടെ പണിയല്ല. അവരവിടുന്ന് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോവാം ഡെഫിനറ്റ്ലി. പക്ഷേ സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഒരുപാട് പേർക്ക് സപ്പോർട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലത്തെ പല എക്കോസിസ്റ്റംസും അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ആദ്യം പഠിക്കുക. അതാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സാധനം തുടങ്ങുമ്പോൾ ഒരു കാര്യം. എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട്, അത് എവിടുന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടിയില്ല, അത് ആ സമയത്ത് എങ്ങോട്ട് പോകണം. ഇതും പറഞ്ഞിട്ട് ഇപ്പം ഗ്രാൻഡിൻ്റെ കേസിലാണെങ്കിൽ എന്നോട് 2-3 പേര് പറഞ്ഞു ഞാൻ ആദ്യം കൊടുത്തു, പക്ഷേ എൻ്റെ ഐഡിയ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവർ അപ്രൂവ് ചെയ്തിൽ ഒഴിവാക്കി. ഞാൻ ഇനി കൊടുക്കില്ല, എനിക്ക് അതിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ല, നമുക്കൊരു
പ്രൗഡൊക്കെ ഇല്ലേ? ഞാൻ പറഞ്ഞു എന്ത് കാര്യത്തിന്? നമ്മൾ റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങുന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് കിട്ടാൻ ബാധ്യതയുള്ളൊരു കാശ് തന്നെയാണ്. നമ്മൾ അതിനുള്ള പ്രോപ്പർ ഐഡിയ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ തരാൻ റെഡി ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ചിലപ്പം പിച്ച് ചെയ്ത ഐഡിയ ശരിയാവില്ല, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പിച്ച് ചെയ്ത വേ ശരിയാവില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ പണിയാണ്. അപ്പോൾ അതൊന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ സ്ഥിരം. അപ്പോൾ പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരാനുള്ള ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരാനുള്ളവരോട് മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ PMF എന്ന് പറയുന്ന സാധനത്തിൽ തന്നെയാണ് മെയിൻ ഒരു കാര്യമുള്ളത്. കാരണം നമ്മൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് ഇതൊക്കെ ചെയ്യുമ്പോഴും ഇപ്പം പല ആളുകളും ഭയങ്കര ഫാലസീസിലേക്ക് എന്താ പറയുക, പണ്ടത്തെ സ്റ്റോറീസ്, പലരുടെയും സ്റ്റോറീസ് ഇപ്പോൾ ഒരുപാട് കേൾക്കാം. ഇന്നയാൾ സക്സസ് ആയി, അവരൊരു 100 VCs റിജക്റ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ബിസിനസ്സുകാരുടെ അടുത്ത് ചെന്നപ്പം പറ്റില്ലെന്ന് പറഞ്ഞ ഐഡിയ കൊണ്ട് ഇവൻ സക്സസ് ആയി എന്നൊക്കെ പറഞ്ഞു എന്നുള്ള ഒരു മോട്ടിവേഷനും കൊണ്ട് ഇവർ ചിലപ്പോൾ ഒരു ഐഡിയയും കൊണ്ട് വരും. ഈ ഒരു ഐഡിയ ഇന്ന ആൾക്കാരൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ഉറപ്പാണ് അത് സക്സസ് ആവും എന്ന് പറഞ്ഞ് വരുന്നൊരു സാധനം ഉണ്ടാവും. പക്ഷെ അത് കറക്റ്റ് സാധനമാണോ എന്നുള്ളത് ചിന്തിച്ചിട്ടല്ല. അവരുടെ തോട്ടിൽ ഇത്രയേ ഉള്ളൂ, ഇത്ര ആൾക്കാർ സക്സസ് ആക്കിയിട്ടുണ്ടല്ലോ പല പല ഐഡിയാസും, അപ്പോൾ എനിക്കും ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഐഡിയയിൽ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല. അവരുടെ മേത്താണ് അവരുടെ പ്രതീക്ഷ കിടക്കുന്നത്. അപ്പോൾ ചെയ്തു പോകുമ്പോൾ അവരുടെ മേത്തുള്ള പ്രതീക്ഷയൊക്കെ ഓക്കെ, പക്ഷെ ചെയ്തു പോകുമ്പോൾ ഈ സാധനം നാട്ടുകാർക്ക് വേണമെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോഴേ അതിനെന്തെങ്കിലും കാശ് കിട്ടുള്ളൂ. ആൻഡ് ആ കാശ് കിട്ടിയാൽ മാത്രം പോരാ, ഇന്ന് കാശ് തന്നവൻ നാളെയും തന്നെ. അപ്പോൾ PMF എന്ന് പറയുന്ന സാധനത്തിൽ ഞാൻ സിംപിളി പറയുന്നൊരു കേസുണ്ട്. PMFൽ 3 കാര്യമുള്ളൂ. ഒന്ന്, നമ്മുടെ പ്രൊഡക്റ്റ് ഒരാൾ കാശ് കൊടുത്ത് വാങ്ങുക, അല്ലെങ്കിൽ നമുക്ക് കാശ് തന്നിട്ട് എടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ടൈമും, അതായത് 1 മാസത്തെ സബ്സ്ക്രിപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മാസത്തെ മന്തിലെ സബ്സ്ക്രിപ്ഷൻ ഇയാൾ റിന്യൂ ചെയ്യുന്നുണ്ട്, അയാളത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇയാൾ വേറൊരാളോട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. അയാൾ വാങ്ങുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഡൺ, നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഡണ്ണാണ്. പിന്നെ വേണ്ടത് ഇവർക്ക് വേണ്ട രീതിയിലേക്ക് പ്രൊഡക്റ്റിൻ്റെ സർവീസസ് ഫോക്കസ് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 10,000 ഫീച്ചേഴ്സും വെച്ചിട്ട് സാധനം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. എന്ത് സംഭവം ആയിക്കോട്ടെ. ഇപ്പോൾ സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. അപ്പം കുറേ ആൾക്കാരും പറയാറുണ്ട് ഇത് റിലേറ്റഡ് ആയിട്ട് വരുമ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, ഞങ്ങളെല്ലാം അതിനെ ചുറ്റിപ്പറ്റുള്ള എല്ലാം ചെയ്യും എന്ന് പറയും. അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. ഇപ്പം ഫൈൻ ഹോസ്റ്റൽ പറയുമ്പോൾ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്, ഇന്ന കൊടുക്കുന്നുണ്ട്. അത് ഈ 5 കൊല്ലം കൊണ്ടേ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. ഇതിൽ ഈ പറഞ്ഞ പോലെ 3ാമത്തെ സെഗ്മെൻറ്റിലുള്ള പല സാധനങ്ങളും ഞങ്ങളിപ്പോൾ കട്ട് ചെയ്തു. ഈ വർഷത്തോടു കൂടി ഞങ്ങളൊരു റവന്യൂയുടെ ഒരു നല്ലൊരു സ്ട്രീം ഞങ്ങൾ കട്ട് ചെയ്തു. അത് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് റവന്യൂ കുറയുമെന്ന് അറിയാം, പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. ചില സർവീസസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാലും നമ്മുടെ കൂടെ ഉള്ളവർ കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അത്രയും സ്ട്രഗിൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ വാല്യൂ ഞാൻ കാണുന്നില്ല. അപ്പോൾ ബിൽഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആളുകൾക്ക് യൂസ് ചെയ്യുന്നവർക്ക്, പൈസ തന്ന് വാങ്ങുന്നവർക്ക് യൂസ് ഉണ്ട്, അവരത് വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, അവരും കാശ് തരാൻ റെഡിയാണ്. ഇത്രയും സാധനങ്ങളാണ് PMFൽ വരുന്നത്. അത് ശ്രദ്ധിക്കുക. ആൻഡ് ചുമ്മാ ഒരു ഐഡിയയും കൊണ്ട് നമ്മളത് ഇപ്പോൾ പലരുടെയും സ്റ്റോറി കേട്ടിട്ട് വെറുതെ മോട്ടിവേറ്റഡ് ആയിട്ട് പോവാതെ അതിൻ്റെ സ്ട്രഗിൾസും കൂടെ എന്താണെന്നൊന്ന് അറിയുക. ഇപ്പോൾ പറഞ്ഞ ഫിനാൻഷ്യൽ സൈഡ് മാത്രമല്ല, പല രീതിയിലുള്ള സ്ട്രഗിൾസ് ഉണ്ട്. പല ആൾക്കാരും ഫേസ് ചെയ്യേണ്ടി വരും. പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നേക്കാം. ഈവൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നവൻ പോലും ലീഗൽ സാധനങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇതെല്ലാം ഈ പാക്കേജിൻ്റെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രഗിൾസ് ഉണ്ട്, വർക്ക് ചെയ്യാൻ റെഡി ആവണം. ഇപ്പോൾ ജോബൊക്കെ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല സാലറിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവർക്കൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഒരു ക്വിറ്റ് ചെയ്ത ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ള ആ ഒരു റൈറ്റ് ടൈം എപ്പോഴായിരിക്കും? അതിനെന്തെങ്കിലും ഒരു ആക്ച്വലി അങ്ങനെ റൈറ്റ് ടൈം പറയാൻ, ഇപ്പം നമ്മളോട് ആരെങ്കിലും, ഇപ്പോൾ ഞാൻ നല്ല ഫ്രണ്ട്സിനോടാണെന്നുണ്ടെങ്കിൽ ആര് ചോദിക്കുമ്പോഴും പറയാറുണ്ട് ഒരു സാധനം ബിസിനസ് തുടങ്ങാൻ ഏതാണ് ഏറ്റവും റൈറ്റ് ടൈം, അതിപ്പോഴാണെന്നാണ് എല്ലാവരും പറയുക. കൂടുതൽ ഓൺടർപ്രണേഴ്സും പറയും ഇപ്പോഴാണെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ 2025 അല്ലെങ്കിൽ 26 എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, ആ മിനിറ്റ്, ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിങ്ങനെ സമയം കാത്തുനിന്നിട്ട് കാര്യമില്ല, അതാണ് ഒരു കാര്യം. പിന്നെ ജോബിൽ സേഫായിട്ട് നമ്മൾ സാലറി വാങ്ങി പോകുന്നു എന്ന് പറയുമ്പോൾ
ഇപ്പം നേരത്തെ പറഞ്ഞ അതേ അവസ്ഥയാണ്. നമ്മൾ ഫ്യൂച്ചറിൽ എന്തായിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ പ്ലാൻ എന്താണ്, എനിക്ക് സക്സസ്ഫുള്ളി അല്ലെങ്കിൽ ചുമ്മാ കുറേ കാശ് ഉണ്ടാക്കുന്നത് പാർട്ട് മാത്രമാണോ എന്നൊക്കെ ഒന്ന് നോക്കണം. കാരണം കാശ് ഉണ്ടാക്കാൻ മാത്രമാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ട്രേഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രോപ്പർലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് കരിയറും ഫോക്കസ് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്, സമാധാനപരമായിട്ട് പോകാൻ. അതല്ല നമ്മളുടേതായ വേയിൽ ചെയ്ത് നമുക്കൊരു എന്തെങ്കിലും ഒരു മാർക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് അത്രയും വാല്യൂ ഉണ്ട്, അതല്ലെങ്കിൽ ഇന്ന സംഗതി നടക്കുന്നത് ശരിയല്ല, ഈ ഒരു ഇപ്പം റെസ്റ്റോറൻറ്റ്സിൽ ഇപ്പം കൊടുക്കുന്ന ഫുഡിൻ്റെ ഈ ഒരു പാർട്ടൊന്നും ശരിയല്ല, ഇത് എനിക്ക് എന്തായാലും മാറ്റിയിരിക്കണം, ഈ ഒരു മെത്തേഡ് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും സ്ട്രോങ് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. പിന്നെ രണ്ടാമത്തെ സാധനം, ഈ ജോബ് വിടണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PMF ടെസ്റ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ എപ്പോഴും ഞാൻ എക്സാമ്പിൾ പറയുന്നൊരു സാധനമുണ്ട്, സൊമാറ്റോയുടെ കേസ് പറയാം, സിംപ്ലി എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ സൊമാറ്റോ എന്ന് പറയുന്ന ഒരു ഐഡിയയും കൊണ്ടുവരുത്താൻ വരികയാണ്. കൊച്ചിയിൽ വെച്ചിട്ടാണ് അവന് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവന് ആദ്യം ആലോചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് വേണം, റെസ്റ്റോറൻറ്റ്സായിട്ട് ടൈഅപ്സ് വേണം, കസ്റ്റമേഴ്സ് വേണം, കൊണ്ടു കൊടുക്കാനുള്ള ആളുകൾ വേണം, മാർക്കറ്റിംഗ്, ഇങ്ങനെ കുറേ സാധനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അവൻ ആലോചിക്കുമ്പോൾ കുറേ സാധനങ്ങൾ ഫ്രണ്ടിൽ കിടക്കുന്നത്. അതിന് പകരം സിമ്പിളായിട്ട് ഈ പറയുന്ന ഫുഡ് ഡെലിവറി ആപ്പ് സോൾവ് ചെയ്യുന്ന കോർ പ്രോബ്ലം എന്താണെന്ന് മാത്രം നോക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് ഇവിടെ നിന്ന് എടുക്കുക, അവിടെ എത്തിക്കുക, ആ ടൈമിൽ എത്തിക്കുക. സോ ബേസിക്കലി ഇറ്റ്സ് ലോജിസ്റ്റിക്സ്. ആ ലോജിസ്റ്റിക്സ് മാത്രമേ അവൻ സോൾവ് ചെയ്യുന്നുള്ളൂ. അതിനുള്ള മെത്തേഡാണ് ഈ ആപ്ലിക്കേഷൻ. അത് സൊമാറ്റോ എന്ന് പറയുന്ന ആപ്പിൽ കയറിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്വിഗ്ഗി എന്ന് പറയുന്ന ആപ്പിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഫോം വിളിച്ച് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ SMS ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, കുറേ മെത്തേഡ്സ് ഉണ്ട് അതിന്. അതൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ അവൻ സോൾവ് ചെയ്യാൻ പോകുന്ന സാധനം ഇതാണ് എന്നുണ്ടെങ്കിൽ ഇനീഷ്യലി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ അറിയുന്ന ഒരു 10-15 പേരുണ്ടാവും, അല്ലെങ്കിൽ മിനിമം ഒരു 100 പേരുണ്ടാവും ആ ഒരു ഏരിയയിൽ. നിങ്ങൾക്ക് ഫുഡ് വേണമെന്നുണ്ടോ, ഇന്ന സമയത്ത് ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേരാൻ ഇങ്ങനൊരു മെത്തേഡുണ്ട്, ഒരു ഫോൺ നമ്പർ തരാം, നിങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി, ഇത്രയും ഹോട്ടൽസ് എന്നുള്ള സാധനം എത്തും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ മെനു അയച്ചു തരാം എന്ന് പറയുക. ഒന്നുകിൽ അവൻ തന്നെ ഇറങ്ങിയിട്ട് ആ സമയത്ത് ഡെലിവറി ചെയ്യാം. ഒന്നും വേണ്ട, എല്ലാ സമയം കൊടുക്കണ്ട. ഈവനിങ് ടൈം, ഒരു പീക്ക് ടൈം നമുക്ക് തന്നെ അറിയാമല്ലോ ഏത് സമയത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫുഡ് ഓർഡർ ചെയ്യുന്നു, ഉച്ചയ്ക്കും ഈവനിങ്ങും ഒക്കെ ആയിട്ട്. ഇവൻ്റെ ബ്രേക്ക് ടൈം വേണമെങ്കിൽ പണിയെടുക്കാൻ വേണ്ടി ഇറങ്ങാം. അതല്ലെങ്കിൽ ഒരുത്തനെ ഒരു പാർട്ട് ടൈമായിട്ട് ഏതെങ്കിലും ഓരോരോ കടയിൽ ഓരോ ബായിനോ ആരെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ബേസ് സാധനങ്ങളാണ്. സോ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് അവനെ കൊണ്ടത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം തന്നെ ഇവനറിയാൻ പറ്റും എത്ര പേര് അവിടെ നിന്ന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഉള്ളവരെയും കൂടെ യൂസ് ചെയ്യിക്കാൻ ലൈക്ക് റെഫർ ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരും. അതാണ് ആ ഒരു PMF എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും സിമ്പിൾ സാധനം. അല്ലാണ്ട് ഈ പറയുന്ന ആപ്പ് ഉണ്ടാക്കി മാർക്കറ്റൊക്കെ ചെയ്ത് കുറേ കസ്റ്റമേഴ്സിനെയും സ്റ്റാഫിനെയൊക്കെ റിക്രൂട്ട് ചെയ്തിട്ടൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വർക്കാവുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഒരു ഏകദേശം ഒരു 4-5 മാസം അല്ലെങ്കിൽ 6 മാസമാണ് ഞാൻ ഐഡിയലി പറയുക. 6 മാസത്തെ ഒരു റൺവേ കീപ്പ് ചെയ്യാം. അതായത് മാരീഡ് ആണെന്നുണ്ടെങ്കിൽ അവനറിയാം ഒരു മാസം എത്ര സാലറി, അല്ലെങ്കിൽ അവൾക്കറിയാം എത്ര ഒരു മാസത്തെ സ്പെൻഡിങ് ഉണ്ടാവും എന്നുള്ളത്, ഇൻക്ലൂഡിങ് ദ മറ്റേ സ്റ്റാഫ് സാലറി. അത് പ്രൊജക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ആ പ്രൊജക്ഷനെ ബേസ് ചെയ്തിട്ട് അവൻ ആ ഫണ്ട് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഈതർ ഫണ്ട് വേറെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ നിന്ന് റൈസ് ചെയ്യുകയോ ചെയ്യാം. ഇത്രയും ഫണ്ടും കൂടെ കീപ്പ് ചെയ്ത് ബഡ്ജറ്റ് കീപ്പ് ചെയ്ത് വെച്ചിട്ട് അവന് വേണമെങ്കിൽ ഇറങ്ങാം. ആൻഡ് മെയിൻ തിങ്, പറ്റുമെങ്കിൽ തിരിച്ച് ജോലി കയറണം എന്നുണ്ടെങ്കിൽ കയറാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു സാധനം, അത് മെയിനായിട്ട് ഞാൻ പറയൽ ആ സ്കില്ലും കോൺഫിഡൻസും അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജോലി കിട്ടും, അത് ഉറപ്പാണ്. ഇവിടെ ജോലിക്ക് പഞ്ഞൊന്നുമില്ല, നല്ല സ്കില്ലില്ലാത്ത പ്രശ്നം തന്നെയുള്ളൂ. അപ്പോൾ ആ സ്കില്ലുണ്ട് എന്നുള്ളത് നമുക്ക് അത്ര ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ 10-15 വർഷം ഒരു ജോലി ചെയ്തു എന്ന് വെച്ചിട്ട് സ്കില്ല് ഉണ്ടാവണമെന്നില്ല, അതിൻ്റേതായ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഇടണം. അപ്പോൾ ഇത്രയും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു റൺവേ കയ്യിൽ വെക്കുക. കാരണം ഒരു 2 മാസം കഴിഞ്ഞ് ഇതിൽ സാലറി കൊടുക്കുന്നതിലോ ഇതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സൈഡ് സ്ട്രെസ് തുടങ്ങും. അപ്പോൾ നമുക്കിതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ആ സമയത്ത് കുറേ കാര്യങ്ങളുണ്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള. അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു 6 മന്ത് ഓടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി അവൻ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് എങ്ങനെയെങ്കിലും അവനത് കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ
അതാണ് പറയുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യണോ എന്നില്ലയോ എന്നുള്ളത് ഒന്ന് ആദ്യം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുക. എൻ്റെ കപ്പ് ഓഫ് ടീ ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഐഡിയയുടെ കോർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഫൈൻഡ് മൈ ഹോസ്റ്റൽ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എത്രയേ ഉള്ളൂ, സമയം കാര്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അതിൻ്റെ വെരിഫൈഡ് സാധനം കൊടുക്കുക എന്നുള്ളത് അതിന് ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടി വെബ്സൈറ്റ് തന്നെയാണ്. ഇപ്പം ഞങ്ങളത് മറ്റേ ടെലികോളിങ്ങിലൂടെയും വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഡാറ്റ പോകുന്നില്ല. പക്ഷെ അവർക്ക് ഫൈനലി ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൽ കയറി കാണാനും പറ്റും. അത് ആദ്യം ബിൽഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അല്ലാതെ ഈ രീതിയിലാണ് ഫോം വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രോക്കേഴ്സ് നോർമലി ചെയ്യുന്ന സാധനത്തിലൂടെ നമുക്ക് ഫൈൻഡ് മൈ ഹോസ്റ്റൽ ബിൽഡ് ചെയ്ത് പോവാം. മെത്തേഡ്സ് പലതും ഉണ്ട്. അപ്പോൾ ഒരു PMF ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഇതെല്ലാം PMF പ്രോപ്പറായിട്ട് നോക്കി സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു ബിസിനസ് മിസ്റ്റേക്കാണ് ഈ ഫണ്ട് പയ്യെ യൂസ് ചെയ്ത് കുറച്ചൊരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ, പുതിയൊരു വലിയ കാർ വാങ്ങുന്നത്, വീട്, അങ്ങനെ ബിസിനസ്സിൻ്റെ ആ ഒരു ക്യാഷ് എടുത്ത് ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ഹാബിറ്റ്, അവിടെ എന്താണ് ശരിക്കും ഇവരെ നോക്കേണ്ടത്? ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞു അർബൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞു. ഈ അർബൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന സാധനം ഒരു പ്രസ്ഥാനം അവിടെ റൺ ചെയ്യുമ്പോഴും ഞങ്ങൾക്കുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നിന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് ബിസിനസ്സൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഡെയിലി ടൈം സ്പെൻഡ് ചെയ്യുന്ന, നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. അത് ബിസിനസ്സായിട്ട് പോലും കാണാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ വലിയ വേദന ഉണ്ടായില്ല. അതിലുള്ള ഫുൾ എമൗണ്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് സ്വർഗത്തിൽ നിന്നുള്ള റിട്ടേൺസ് വെച്ചിട്ട് തന്നെയാണ്. അത് ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് എടുത്തിരുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ പൈസ പകരം ഞങ്ങൾ നേരെ എടുത്തിട്ട് അർബൻ ഫോറസ്റ്റ് ബിൽഡ് ചെയ്തു. ആൻഡ് ദെൻ ഞങ്ങൾ വേറെ കാലിക്കറ്റും നമ്മൾ 1-2 വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പറയുന്ന കാശ് എടുത്തിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ സ്ട്രെസ്സ് കുറയും. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഇവിടെ നിന്ന് കിട്ടുന്ന റവന്യൂവിൽ നിന്ന് ചെയ്യുമ്പോൾ അതൊരു പാർട്ട്. രണ്ടാമത്തെ കാര്യം, ഏത് ബിസിനസ്സും ഞാൻ നേരത്തെ ക്ലിയർലി പറഞ്ഞു, ഏത് ബിസിനസ്സും ഏത് സമയത്തും ഒറ്റയടിക്ക് പൊട്ടാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ അതെപ്പോഴും മസ്റ്റായിട്ട് കയ്യിൽ വേണം. നമ്മൾ വേഴ്സ്റ്റ് കേസാണ്, ഒപ്റ്റിമിസ്റ്റിക് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നൊരു കാര്യമില്ല. ഒപ്റ്റിമിസ്റ്റിക് ഒക്കെ ആവുക എന്നൊക്കെ പറയുന്നതൊന്നും ബിസിനസ്സിൽ പോസിബിൾ അല്ല. അതിലൊരു സമയത്ത് പൊട്ടും എന്നുള്ളൊരു രീതിയിൽ തന്നെ ഓടണം. ആ സമയത്ത് നമ്മളെ കയ്യിൽ കാശ് വേണം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ബിൽഡ് ചെയ്യുക, ബിസിനസ് ബിൽഡ് ചെയ്യുന്നു, വരുമാനം വരുന്നു, വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പം എനിക്കൊരു മന്തിൽ 2 lakhs റവന്യൂവും പ്രോഫിറ്റും വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്തും എനിക്ക് 2 lakhs അല്ല വരേണ്ടത്. ഞാൻ ആലോചിക്കേണ്ടത് അത് 4 lakhs ആക്കാനും 2x എങ്കിലും കൊണ്ടുപോയി അത് ഒരു ഇയർലി എങ്കിലും അറ്റ്ലീസ്റ്റ് അത് എത്തിക്കുക എന്നുള്ളതാണ്. സോ അത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പുതിയ സ്റ്റാഫ് വേണം, പുതിയ മാർക്കറ്റിംഗ് എന്താ പറയുക ടെക്നിക്സ് വേണം, പുതിയ ഫീച്ചേഴ്സ് വേണ്ടി വരും, അല്ലെങ്കിൽ പുതിയ ടൂൾസ് വേണ്ടി വരും. ഇതിനൊക്കെ കാശ് ഇറക്കണം. സോ നമ്മൾ കാശെടുത്ത് സ്പെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പോസിബിൾ ആവില്ല. പിന്നെ നമുക്ക് അതിലേക്ക് കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് ഡെഫിനറ്റ്ലി സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങിയപ്പോഴുള്ള പോലെ ആരും തിരിച്ച് പിന്നെയും കാശിറക്കാൻ നിൽക്കില്ല. സോ അതിനെക്കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ഇതൊക്കെയാണ്. നമുക്ക് സ്കെയിൽ ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം പോസിബിൾ അല്ലാതെ വരും. സ്കെയിലിംഗ് ആയിരിക്കണം എപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത്. നമ്മളിപ്പം നാട്ടിലൊരു ചെറിയ ചായക്കട തുടങ്ങുമ്പോൾ പോലും സ്കെയിലിംഗ് ചിന്തിച്ചിട്ട് തന്നെ ചെയ്യാം. ഇപ്പം എല്ലാ ബിസിനസ്സിനും സ്കെയിലബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ അർബൻ ഫോറസ്റ്റ് അത് സ്കെയിലബിൾ മോഡലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളൂ. പക്ഷേ അതിൽ സ്കെയിലബിൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്ന അവിടുത്തെ മെയിൻ സംഗതി ഫുഡിനേക്കാൾ കൂടുതൽ ആ ഒരു ആംബിയൻസും അവിടുത്തെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്, എർത്ത്, എയർ, വാട്ടർ, ഫയർ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സ്റ്റോറി സെല്ല് ചെയ്യുക, അതേ സ്റ്റോറി വെച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് കയറ്റാം. ഒരുപാട് റെസ്റ്റോറൻറ്റ് ചെയിൻസ് വരുന്നുണ്ട്. ഇതൊക്കെ സ്കെയിലിംഗ് ആണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അവർ ആ മെനു സ്റ്റാൻഡർഡൈസ് ചെയ്യും, അവർ കൊണ്ടുവന്ന് അവിടെ വെക്കുമ്പോഴുള്ളതിൻ്റെ കുറേ ആംബിയൻസ് ആണെന്നുണ്ടെങ്കിലും അകത്തുള്ള ഇൻറ്റീരിയേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരേ രീതിയിലായിരിക്കണം. KFC ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചിക്കിങ്, ഇങ്ങനെയുള്ള എല്ലാം ചെയ്യുന്നൊരു സാധനം. സോ അതുപോലെ സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 2-3 നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഫ്രാഞ്ചൈസി ആയിട്ടും ഫ്രാഞ്ചൈസീസ് തന്നെ സെല്ല് ചെയ്യാൻ പറ്റും.
പിന്നെ കാശ് കിട്ടാൻ തുടങ്ങും. സോ ഇനീഷ്യൽ സാധനത്തിൽ നമുക്ക് കാശ് വന്നു തുടങ്ങുമ്പോഴേക്ക് നമ്മളത് സ്പെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആൻഡ് ദെൻ അഗെയിൻ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ബിസിനസ്സിലേക്ക് പിന്നെ ഇടേണ്ടി വരും. സോ അതൊരു രീതിയിലും റെക്കമെൻഡഡ് അല്ല. ആൻഡ് ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ ആ ഒരു സാധനം മാറ്റി വെച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഇത്രയും ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതൊരു പല രീതിയിലും നമുക്ക് ഒരു സമാധാനം തരുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് സക്സസ്സിൽ അപ്പുറം ഫെയിലിയർ ആയ സ്റ്റോറി. നമ്മളിപ്പോൾ വീട്ടിൽ പോയിട്ടല്ലേ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ എന്തെങ്കിലും നമ്മൾ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കാൻ മോട്ടിവേഷൻ ഒന്നും ആയിരിക്കില്ല. കുറേ നെഗറ്റീവ്സും കുറേ ബിസിനസ് നടത്തി പരാജയപ്പെട്ടവരെ കഥകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരാൻ പോകുന്ന നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അതാ പറഞ്ഞത്, ഫസ്റ്റ് റിയലൈസ് ചെയ്യേണ്ടത് ഈസ് ഇറ്റ് മൈ കപ്പ് ഓഫ് ടീ എന്നുള്ളൊരു സാധനം ആദ്യം റിയലൈസ് ചെയ്യണം. പിന്നെ ഇപ്പോൾ പല ആളുകളും ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സാധനം പറഞ്ഞിട്ട് വരുന്നത് ഈ CEO ലേബലിന് വേണ്ടിയാണ്. ഞാൻ ശരിക്കും കേട്ടിട്ടുള്ളൊരു സാധനമാണ്, എനിക്കൊരു CEO ആവണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പരിപാടി അതാണ്. ഒരു സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി CEO ആവാം, ലേബലിടാം, ഒക്കെ സെറ്റാണ്. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ, നമുക്കൊരു പേരിട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തവർക്കറിയാം തുടങ്ങുന്നതിനേക്കാളും ഒരു 10 ഇരട്ടി കഷ്ടപ്പാടാതെ പൂട്ടിപ്പോണമെങ്കിൽ. ഇനിയിപ്പോൾ പൂട്ടാതെ അവിടെ കമ്പനി അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാലോ നമുക്ക് അതിൻ്റെ തലവേദനകളൊക്കെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടക്കച്ചവടമാണ്. കാരണം ഒരു വലിയൊരു സംഖ്യ ഫൈൻ വരും. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിക്കാനുണ്ട്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്തൊരു ഡയറക്ടറായി വരണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസത്തിൽ എന്തൊക്കെ കംപ്ലയൻസസ് തീർക്കണം, 10 ദിവസത്തിൽ എന്തൊക്കെ തീർക്കണം, 30 ദിവസത്തിൽ എന്തൊക്കെ തീർക്കണം, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ വർഷം എന്തൊക്കെ ഫയലിങ്സ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ അവഞ്ചൂർ ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2018 ആ സമയത്ത് തന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം ട്രിപ്പ് എടുത്ത് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ അതിൽ ബാക്കി പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്ന ആക്റ്റീവ് ആവാമെന്ന് താല്പര്യപ്പെട്ടവരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഡയറക്ടേഴ്സായിട്ടൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ ആയി. ഒരു 1.5 കൊല്ലമൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ റിയലൈസ് ചെയ്ത് അത് നടപടി ആവില്ല, കുറച്ചധികം ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തൽക്കാലം അത് നിർത്തി. അന്ന് മുതൽ ആ കമ്പനി ക്ലോസ് ചെയ്യാൻ വേണ്ടി നടക്കുകയായിരുന്നു. ഞങ്ങൾ ഒരു 4 കൊല്ലത്തോളം അതിൻ്റെ പുറകെ നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൊറോണ വന്നു, പിന്നെ വേറെ കുറച്ച് ഫൈന് ഞങ്ങൾക്കും അതിൽ വന്നു, എന്തൊക്കെയോ ഫയലിങ്സിൻ്റെ പുതിയ റൂൾസൊക്കെ വന്നപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് കമ്പനി ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ പുറകെ എല്ലാ വർഷവും ഞങ്ങൾ ഒരു ആവശ്യമില്ലാതെ 10-35,000 രൂപ പൊട്ടിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഫയലിങ്ങിന്, വെറുതെ കിടക്കുന്ന കമ്പനിക്ക്. ഈ സാധനമൊക്കെ കഴിഞ്ഞ് 4 വർഷമൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫൈൻമേ ഹോസ്റ്റലിൻ്റെ, അതായത് ബോധ്വി ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ കമ്പനിയുടെ പാരൻറ്റ് കമ്പനി. അതിൻ്റെ കീഴിലാണ് ഫൈൻമേ ഹോസ്റ്റൽ എന്നൊക്കെ പറയുന്ന പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു അതിനു വേണ്ടി ഒരു കമ്പനി വേണം. സോ അതിനുവേണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവഞ്ചൂറയുടെ ബാക്കിയുള്ള ഡയറക്ടേഴ്സ് അവരിറങ്ങാൻ റെഡിയാണ്. അവർ റിസൈൻ ചെയ്തു. ഞങ്ങളെ ഈ ബോധ്വിയിലുള്ള ഞങ്ങൾ 2 പേരും മാത്രമേ അതിൽ ഡയറക്ടേഴ്സായിട്ട് നിന്നു. ആൻഡ് അത് ഞങ്ങൾ ഇതിലേക്ക് പിവോട്ട് ചെയ്തു എന്നുള്ളത്. അതായത് ആ പേര് ഇതിലേക്ക് യൂസ് ചെയ്തു. ഒരു കമ്പനി എന്തായാലും വേണം, അത്രയും മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അത് ഇതിലേക്ക് എടുത്തു. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ആ തലവേദന ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പോഴും ആ ചിലപ്പോൾ അവഞ്ചൂറ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ അതിൻ്റെ പുറകെ നടക്കുന്നുണ്ടാവും. ഇപ്പോൾ കുറേ കമ്പനീസ് ഉണ്ട് അതിന് വേണ്ടി നടക്കുന്നത്. അതായത് പൂട്ടാൻ പറ്റാത്ത പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള അതൊരു ബിസിനസ് മോഡലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. സോ ഇത് തുടങ്ങുക എന്ന് പറയുന്നതിലല്ല കാര്യമുള്ളത്, കീപ്പ് ഓൺ ചെയ്ത് കൊണ്ടുപോവുക. ഇനിയിപ്പോൾ കീപ്പ് ഓൺ ചെയ്തിട്ട് നിർത്തുക എന്ന് പറഞ്ഞാലും ഒരുപാട് തലവേദനകളുണ്ട്. സോ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ചുമ്മാ ഒരു കമ്പനി തുടങ്ങി കുറച്ച് ആൾക്കാർക്കൊക്കെ സർവീസ് കൊടുത്തു, കുറച്ച് കാലം ഓടിപ്പോയി, അത് നടത്തുന്നില്ല, നിർത്തുക എന്ന് പറഞ്ഞാൽ ഇത്രയും ക്ലയൻസിനോടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ചിലരൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എഗ്രിമെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലരൊക്കെ എഗ്രിമെൻറ്റ്സ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കാലാകാലത്തിനൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും. അതൊക്കെ ഒന്ന് നോക്കണം. അതിനൊക്കെയുള്ള വിവരം ആദ്യം വേണം. നമുക്ക് ഉണ്ടാവില്ല, ഡെഫിനറ്റ്ലി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അറിയുന്നവരടുത്ത് ചെന്നത് കാണിക്കാനും അതൊന്ന് റെഫർ ചെയ്യാനും ഉള്ളൊരു കാര്യങ്ങൾ ഉണ്ടാവണം. ഏതൊരാൾക്ക് എന്ത് സർവീസ് കൊടുക്കുമ്പോഴും പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് കറക്റ്റ് ആയിരിക്കണം. ഇതല്ലാതെ ഒരു സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പം വരുമാനം വന്നു തുടങ്ങി ഒരു 1.5-2 കൊല്ലം ആകുമ്പോഴേക്കായിരിക്കും ഇതിൽ എത്ര രൂപ നമുക്ക് വന്നു. ഇപ്പം ഈ സൊമാറ്റോ പോലെയുള്ളൊരു സാധനമൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഫുഡിൻ്റെ പൈസ മൊത്തത്തിൽ സൊമാറ്റോയിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സൊമാറ്റോനെ സംബന്ധിച്ച് അതിൻ്റെ റവന്യൂ ഇപ്പോൾ ഒരു 200 രൂപയുടെ ഫുഡ് 10 പേര് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2000 റുപ്പീസ്. അത് 2000 റുപ്പീസ് വെച്ചിട്ട് ഒരു 30 ഡേയ്സിൻ്റെത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ 60,000 റുപ്പീസ് അവരുടെ റവന്യൂ ആയിട്ട് വന്നു. അപ്പോൾ ആ 60,000 റുപ്പീസിനുള്ള ഇൻകം ടാക്സ് അവർ ഫയൽ ചെയ്യണം.
അത് ചെയ്യാതിരിക്കാൻ വേണ്ടി അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 2000 റുപ്പീസ് അവരെല്ലാം കളക്ട് ചെയ്യുന്നത്, അവർ കളക്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതിനുള്ള പ്രോപ്പർ റെക്കോർഡ്സ് ഉണ്ട്. സോ അതിനു വേണ്ട എഗ്രിമെൻറ്റ്സ് വേണം, അതിന് വേണ്ട ഫയലിങ്സ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 200 റുപ്പീസ് കളക്ട് ചെയ്തിട്ട് സൊമാറ്റോ കയ്യിലേക്ക് എടുക്കുന്നത് 30 രൂപ മാത്രമായിരിക്കും. ബാക്കി 170 രൂപയും ഈ റെസ്റ്റോറൻറ്റിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ 200 റുപ്പീസിൻ്റെ ടാക്സ് നമ്മൾ വർഷം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നഷ്ടം. ഈ 30 രൂപ കിട്ടുന്നതിനേക്കാളും വലിയ നഷ്ടം നമ്മളവിടെ കൊടുക്കേണ്ടി വന്നു. അത് കറക്റ്റ് ആവാത്തതിൻ്റെ മെയിൻ റീസൺ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് നമ്മൾ ഈ അക്കൗണ്ട്സും ലീഗൽസും നോക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, റിസ്ക് എടുക്കാൻ പറ്റുന്ന ടൈമിൽ റിസ്ക് എടുക്കാം, ഡെഫിനറ്റ്ലി എടുക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കാം. പക്ഷേ എപ്പോഴും ഏത് ഇൻഡസ്ട്രിയിലേക്കാണോ പോകുന്നത് ആ ഇൻഡസ്ട്രി ഒന്ന് പഠിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 years or 3 years വർക്ക് ചെയ്തിട്ട്, അതിനിപ്പോൾ അതേ ഇൻഡസ്ട്രി പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഓൾറെഡി ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.